ഗുഡ് ഈവനിങ് മാറ്റിനി ഫിനാലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഥയുടെ ദിവസമാണെന്ന് സ്റ്റോറി തെറാപ്പി. ഇന്ന് അതിൻ്റെ 119ാമത്തെ ദിവസമാണ്. ഒരു പ്രിയപ്പെട്ട പുതിയ കഥാകാരനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തോമസ് ആൻ്റണി എന്ന് പേരാണെങ്കിലും തോമസ് കാവാലം എന്നറിയപ്പെടും. കഥകളും കവിതകളും ഒക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു ടീച്ചറായിരുന്നു. വളരെ കാലം ഔദ്യോഗിക ജോലിയിൽ നിന്ന് വിരമിച്ചു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ പുതിയ ചിന്തകൾ ബുക്കുകളിലേക്കൊക്കെ മാറ്റം കുറിക്കാനൊക്കെ ഉള്ള തുടക്കത്തിലാണ്. സോ നമുക്ക് സാറിനെ ഒന്നും കൂടെ ആഴത്തിൽ കാവാലത്തിൻ്റെതായ തലത്തിൽ പരിചയപ്പെടുത്താൻ ജോഷി സാറിനെ ക്ഷണിക്കാം. ജോഷി സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യമായി കടന്നു വന്ന ബാബു സാറിന്, ഞങ്ങളെ വിളിക്കുന്ന ബാബു സാറ്, ഔദ്യോഗികമായി തോമസ് സാറിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കർത്തവ്യം, എൻ്റെ നാട്ടുകാരനാണ് സാറ് എന്നുള്ളത് കൊണ്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ദീർഘകാലം എൻ്റെ വീടിനടുത്ത്, വളരെ അടുത്ത്, ഒരു 5 മിനിറ്റ് ദൂരം കൊണ്ട് എത്താവുന്ന ദൂരത്തിൽ വീടാണ് സാറിൻ്റെത്. സാറിൻ്റെ വീട്ടുപേര് വൈപ്പിശ്ശേരി എന്ന് പറയും, കാവാലം. വളരെ പുരാതനമായ ഒരു കുടുംബമാണിത്. ഈ സാറിൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഏതാണ്ടൊരു ഡോക്ടർ ഫാമിലിയാണ് സാറിൻ്റെ കുടുംബം. സാറിൻ്റെ പിതാവ് ഒരു ജനകീയനായ ഡോക്ടറായിരുന്നു. സാറിൻ്റെ 2 സഹോദരന്മാര് ഡോക്ടർമാരാണ്. ഒരു സഹോദരിയും ആരോഗ്യ വകുപ്പാണ്, ഡോക്ടറാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതെ. അതുപോലെ തന്നെ സാറിൻ്റെ ഇപ്പോൾ അനന്തരാവകാശിയായി വരുന്ന സാറിൻ്റെ മകളും ഒരു ഡോക്ടറാണ്. തൃശ്ശൂർ അമലയിൽ ജോലി ചെയ്യുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോലി ചെയ്യുന്നതല്ല, പഠിച്ചതാണ് അമലയിലെ. ജോലി ചെയ്യുന്നത് സൺറൈസ് ഹോസ്പിറ്റലിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പഠിച്ചത് അമല ഹോസ്പിറ്റലിലാണ്. ഓക്കെ. അപ്പോ അങ്ങനെ ഒരു ഡോക്ടർമാരുടെ ഒരു നിര കുടുംബത്തിലുണ്ട്. താങ്ക് യു. അതുപോലെ തന്നെ സാറ് പിന്നീട് നമ്മുടെ കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സാറിനെ കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാൻ സാറ് തന്നെ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്തും എന്ന് ഞാൻ കരുതുകയാണ്. പിന്നെ അതുപോലെ തന്നെ സാറ് കാവാലത്താണ് താമസിച്ചിരുന്നത്. സാറിൻ്റെ കഥകളിൽ ഞാൻ ഒരിക്കൽ സാറിൻ്റെ ഒരു കഥ ഇവിടെ പറഞ്ഞിരുന്നു. തിരിച്ചുവരവ് എന്ന് പറയുന്ന ഒരു കഥ നമ്മുടെ 63ാമത്തെ ദിവസത്തിൽ, നമ്മുടെ 63ാമത്തെ കഥയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നിപ്പോ 119ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ സാറിന്റെ കഥ, സ്വന്തം കഥ ഇന്ന് ഇവിടെ അവതരിപ്പിക്കും. ഞാൻ ഈ സാറിന്റെ അവതരണത്തിൽ പ്രത്യേകിച്ച് ഒരു യുവജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത കാണാൻ സാധിക്കും. മദ്യമയക്കുമരുന്നിന് എതിരെയുള്ള ഒരു പോരാട്ടം കാണാൻ സാധിക്കും. പിന്നെ അങ്ങനെയാണ് സാറിന്റെ കഥകൾ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. സാമൂഹികമായി ചിലതെല്ലാം പ്രവർത്തിച്ചാൽ കൊള്ളാമെന്ന് ഇവിടെ ആയിരുന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരും ഒരു ടീച്ചറാണ്. വിദേശത്തുമൊക്കെ അദ്ദേഹവും ജോലി ചെയ്തിരുന്നു. 2 മക്കൾ, അതിൽ മോളാണ് ഡോക്ടറായിരിക്കുന്നത്, മറ്റേയാള് കാനഡയിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ കാവാലത്തല്ല താമസം. കാവാലത്ത് പറമ്പും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരി അടുത്ത് തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്നു. ഞാൻ തൽക്കാലം പരിചയപ്പെടുത്തൽ എൻ്റെ ഭാഗത്തു നിന്നുള്ളത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാറിന് ആദ്യത്തെ സെഷനിൽ കഥ പറഞ്ഞതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ കഥയെ അവലോകനം ചെയ്ത് സംസാരിക്കും. ശേഷം സാറിന് മറുപടി പറയാൻ സാധിക്കും. ആ സമയത്ത് വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കുകയും കൂടുതൽ പരിചയപ്പെടുകയും ചെയ്യാം. ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും 7 മണിക്ക് വിവിധ വിഷയങ്ങളുമായി കടന്നു വരുന്നതാണ്. ഇന്ന്
ഇന്നാണ് ചൊവ്വാഴ്ചകളിലാണ് കഥയുള്ളത്. മറ്റു ദിവസങ്ങളിലെല്ലാം മറ്റ് വിഷയങ്ങൾ, പലതരം വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും 7 മണിക്കത്തേക്കും സാറിനെ ക്ഷണിക്കുകയാണ്. മറ്റേതെങ്കിലും വിഷയങ്ങളൊക്കെ എടുക്കാൻ തോന്നുന്നു എങ്കിൽ പറഞ്ഞാൽ മതി, അതിനുള്ള അവസരവും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയും എല്ലാ ദിവസത്തെയും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരാളായി കാണുന്നു. എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സ്വാഗതം. ഓക്കെ, താങ്ക് യു റോഷി സാർ. സാബു സാർ, രണ്ടുപേരെ ഇപ്പൊ എനിക്ക് അറിയുള്ളൂ ഇതിനകത്തെ ഗ്രൂപ്പിലെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നേരെ കഥയിലേക്ക് കിടക്കുകയാണ്. അല്പം സ്പീഡിൽ അങ്ങ് വായിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അല്പം നീണ്ട കഥയാണ്, എല്ലാവർക്കും മുഷിച്ചിലുണ്ടാവും അല്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്പീഡിൽ വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണം, അതിന് ക്ഷമിക്കണം. ഓക്കെ, കഥയുടെ പേര് അച്ഛനെ തേടി. രാവിലെ തുടങ്ങിയ അതിശക്തമായ മഴയ്ക്ക് പെട്ടെന്നാണ് ഒരു ശമനമുണ്ടായത്. സന്ധ്യയായതോടുകൂടി ആകാശത്തെ അവിടെവിടെയായി കാണപ്പെട്ട കാർമേഘം മനുഷ്യന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞു നിന്നു. ആ സമയത്ത് പാതയിലെ വഴിവിളക്കുകൾ ഒന്നും തന്നെ കത്തുന്നുണ്ടായിരുന്നില്ല. പാതയുടെ ഇരുവശങ്ങളിലുമുള്ള കുറ്റിക്കാടുകളിൽ നിന്നും ചീവീടുകൾ നിർത്താതെ അതൻ നൈസർഗിക സ്വരം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു. പാതവക്കിലെ പെട്ടിക്കടയുടെ മുന്നിൽ ഒരു നിമിഷം ജിസ നിന്നു. ഒരു തുണ്ട് മെഴുകുതിരി അവൾ വാങ്ങി. അത് കത്തിച്ചു പിടിച്ചുകൊണ്ട് അവൾ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് നീങ്ങി. ഈ അസമയത്ത് കുഞ്ഞിനെയും ഒക്കത്ത് വെച്ച് എങ്ങോട്ടായിരിക്കും ഇവൾ പോവുക? ഒരുപക്ഷെ ശരീരം വിറ്റ് ഉപജീവനം കഴിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കും. ഇരുട്ടിൽ എവിടെയെങ്കിലും ആരെങ്കിലും അവളെയും കാത്തിരിപ്പുണ്ടാകും. എങ്കിലും കൈക്കുഞ്ഞുമായി ഇത്തരം പണിക്ക് ഇറങ്ങിയ ഇവൾ ഒരു അസാധാരണ അഭിസാരിക തന്നെ. കുഞ്ഞിനെ ആരെയെങ്കിലും ഏൽപ്പിച്ചിറങ്ങാമായിരുന്നു ഈ പണിക്ക്, അതും ഒരു പെൺകുഞ്ഞ്. പെട്ടിക്കടക്കാരൻ ആത്മഗതം ചെയ്തു. പെട്ടെന്ന് ഒരു വഴിയാത്രക്കാരൻ അതുവഴി വന്നു. നടന്നു നീങ്ങുന്ന പെൺകുട്ടിയെ കണ്ട് അയാൾ ചോദിച്ചു, കൈക്കുഞ്ഞുമായി ഒറ്റയ്ക്കാണോ? അതാ കാരിക്കോണത്തെ കുട്ടപ്പന്റെ മോളല്ലേ? ഈ രാത്രി സമയത്ത് നിരാശ കൊണ്ട് വല്ല കടുങ്കൈക്കും ഇറങ്ങി പുറപ്പെട്ടതാണോ? അയാളുടെ ചോദ്യം പെട്ടിക്കടക്കാരനിൽ വല്ലാത്ത ഭയവും അസ്വസ്ഥയും ഉളവാക്കി. ജിസ സുന്ദരിയായിരുന്നു. 25 വയസ്സിൽ കൂടുതൽ പ്രായം കാണില്ല. അവളുടെ ഇടത്തെ ഒക്കത്താണ് കുഞ്ഞിനെ വെച്ചിരുന്നത്. വെളുത്തെ തോളിൽ ഒരു തുണിസഞ്ചി തൂങ്ങിക്കിടന്നിരുന്നു. അതിനകത്തെ അധികം സാധനങ്ങളൊന്നുമുള്ള ലക്ഷണം കണ്ടില്ല. ചിലപ്പോൾ കുഞ്ഞിന്റെ പാൽക്കുപ്പിയോ വല്ലതും ഉണ്ടായിരുന്നിരിക്കണം. കട്ടപിടിച്ചിരുന്ന ഇരുട്ടിനെ ആ ചെറിയ മെഴുകുതിരിവട്ടം കീറി മുറിച്ചു. ഒരു മിന്നാമിനിങ്ങിനെ പോലെ അത് പ്രകാശിച്ചു. ആ പ്രദേശമാകെ സുപരിചിതമാണെന്നതുപോലെയായിരുന്നു അവളുടെ നടത്തം. അവളുടെ ഒക്കത്തിരുന്ന 2 വയസ്സുള്ള ആ പെൺകുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഞരങ്ങുകയും മൂളുകയും ചെയ്തുകൊണ്ടിരുന്നു. അസാധാരണമായ സ്ഥലം കണ്ട ആ കുഞ്ഞു മനസ്സ് വേവലാതിപ്പെട്ടിട്ടുണ്ടാകണം. കുഞ്ഞിന്റെ കരച്ചിൽ ഉച്ചത്തിലായപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം ജിസ പറഞ്ഞു, മോളെ അടങ്ങ്. നിന്റെ വിശപ്പടക്കാൻ തരാനായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്നേക്ക് 3 ദിവസമായി എൻ്റെ വയറ്റിലോട്ട് എന്തെങ്കിലും ചെന്നിട്ട്. വയറ് കത്തുന്നു, പിന്നെ എങ്ങനെ നെഞ്ചിൽ പാലുണ്ടാകാൻ? അമ്മയുടെ വാക്കുകൾ മനസ്സിലായതുപോലെ ആ കുഞ്ഞ് വായടച്ചു. അവൾ ചെന്നെത്തിയത് ഒരു ഗുഹയിലായിരുന്നു. ചുറ്റും കൂറ്റൻ പാറക്കൂട്ടങ്ങൾ. അവയ്ക്കിടയിൽ തലപ്പക്കത്തോളം പുല്ലുകൾ വളർന്നു നിന്നിരുന്നു. പാറകൾക്കിടയിൽ ഉള്ളിലേക്ക് കയറി ഒരിടം. ഒരു മനുഷ്യനെ കഷ്ടിച്ചിരിക്കാവുന്ന ഒരു സ്ഥലം. മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ചുറ്റുപാടുമുള്ള കുറ്റിക്കാടുകൾ മെരുങ്ങിക്കിടന്നിരുന്നു. ജിസ അങ്ങനെ കുറ്റിക്കാട്ടിലൂടെ കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു പരുക്കൻ പുരുഷസ്വരം കേൾക്കായി. പക്ഷെ വാക്കുകൾ അവ്യക്തമായിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കും. പേരുദോഷം ഒരു സ്ത്രീയെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമാണെന്ന് ജിസയ്ക്ക് അറിയാമായിരുന്നു. അവളെക്കുറിച്ച് നാട്ടിൽ ചില അപവാദങ്ങളൊക്കെ പ്രചരിക്കുന്നതായി അവൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അതൊന്നും അവളെ ചഞ്ചലചിത്തയാക്കിയില്ല. ഒരു സ്ത്രീ പുരുഷന് അവൾക്കുള്ളതെല്ലാം അടിയറ വെക്കുമ്പോൾ അവളുടെ മനസ്സിൽ ചില സ്വപ്നങ്ങൾ ഉണ്ടാകും. ആ സ്വപ്നങ്ങൾ തകരുമ്പോഴാണ് മനസ്സിന്റെ സമനില തെറ്റുന്നത്. പക്ഷെ ജിസയുടെ സമനില തെറ്റാൻ അവളെ തന്നെ അനുവദിച്ചിരുന്നില്ല. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. നിശ്ചയദാർഢ്യത്തോടെ അവൾ മുന്നോട്ട് നീങ്ങി. അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ തേടി. ഒരു കണക്കിന് അവളല്ലായിരുന്നു അവനെ തേടിയത്, അവളുടെ കുഞ്ഞായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ കത്തിച്ചു പിടിച്ച മെഴുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ അവൾ ആ മുഖം കണ്ടു. അവളുടെ പുരുഷൻ, അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ, തന്റെ ജീവിതവും ജീവനുമായി കരുതിയിരുന്നവൻ. അവന്റെ മുഖത്തെ ഭാവപകർച്ച അവൾ ശ്രദ്ധിച്ചു. അതിൽ ഭയവും ഉത്കണ്ഠയും നിഴലിച്ചിരുന്നു. വിറയാർന്ന സ്വരത്തിൽ
അവൻ അവളോട് ചോദിച്ചു, നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? ഈ കുറ്റാക്കുറ്റിരുട്ടത്ത് ഞാനത് എങ്ങനെ അറിയാൻ? ആ പെട്ടിക്കടക്കാരനെ സംശയം തോന്നിക്കാണും. അവൾ സ്വരം താഴ്ത്തി പറഞ്ഞു, വേറെ ആരെങ്കിലും കടയിൽ ഉണ്ടായിരുന്നോ? ഉദ്യോഗത്തോടെ അവൻ ചോദിച്ചു. ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. അവൾ മറുപടി പറയുമ്പോൾ അവളുടെ മുഖത്ത് ഭയത്തേക്കാൾ ഉപരി വിശപ്പിന്റെ വേദനയാണ് പ്രതിഫലിച്ചിരുന്നത്. അത് സഹിക്കാനാവാത്തവണ്ണം അവൾ പറഞ്ഞു, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല, ഇതിന് ഒരു അറുതി വരുത്തണം. അതിന് മറുപടി പറയാതെ അവൻ കൈകൾ നീട്ടി കുഞ്ഞിനെ കയ്യിലെടുത്തു. അവളുടെ രണ്ട് കവിളിലും ചുംബിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനല്ല ഇവിടെ വന്നിരിക്കുന്നത്, ദാ അവളാണ്, നിങ്ങളുടെ മകൾ. അവളൊക്കെ ഇന്നേക്ക് 2 വയസ്സാകാൻ പോകും. അവളുടെ അച്ഛനെ അന്വേഷിച്ചെന്ന് വന്നതാണ്. അവളുടെ അച്ഛനെ. അവൾക്ക് അച്ഛനെ വേണം. അവളുടെ അച്ഛനോ ഒരു ഭീരുവിനെ പോലെ ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. സമൂഹത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. വന്നാൽ നിയമം. ലിസ, ക്ഷമിക്കണം മോളെ, നീ ചെറുപ്പമാണ്, എന്നെ മറന്നേക്കണം. അത് പറഞ്ഞിട്ട് അവൻ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ പൊതിയെടുത്ത് സാവധാനം അതിലെ പൊടി നാക്കിലേക്ക് ഇട്ടു. അത് കണ്ടു നിന്ന ജിസ അത്ഭുതം കൊണ്ടു. അവൾ ചോദിച്ചു, സുരേഷ് ഏട്ടാ, എന്ത് പണിയായി കാണിക്കുന്നത്? ജീവിതം തകർത്തത് ലഹരിയാണെന്നറിയാം, എന്നിട്ട് വീണ്ടും വീണ്ടും കയ്യിലിരിക്കുന്ന ആ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വീണ്ടും വിചാരമുണ്ടെങ്കിൽ ഇത് ചെയ്യുമോ? ജിസയുടെ വാക്കുകൾ ഒരു കൂരമ്പ് പോലെ അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി. അവന്റെ ഉള്ളം തേങ്ങി. ഒന്നുമറിയാത്ത ഒരു പെൺകുട്ടിയെ വഴിയാധാരമാക്കിയതിൽ വളരെ ദയനീയമായി സുരേഷ് അവളെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, മോളെ, എന്റെ കഥ കഴിഞ്ഞു, എന്നെ മറന്നേക്കുക. നീയെങ്കിലും രക്ഷപ്പെടണം. ഞാനിവിടെ നിന്നിറങ്ങിയാൽ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യും. ഞാൻ ജയിലിലാകും. എന്റെ അപ്പൻ ഇപ്പോൾ തന്നെ കലിപ്പിലാണ്. എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ അപ്പൻ വരില്ല, ആരും വരില്ല. അതിലും ഭേദം ഇവിടെ നിന്ന് കിടന്ന് ചാകുന്നതാ. ആകാശത്ത് എവിടെയോ ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ വെളിച്ചം കാർമേഘങ്ങൾക്കിടയിലൂടെ ഭൂമിയിലേക്ക് പതിച്ചു. ആ വെളിച്ചത്തിൽ അവൾ സുരേഷിനെ പൂർണ്ണമായി കണ്ടു. നന്നായി ക്ഷീണിച്ചിരിക്കുന്നു, മുഖം വെളുത്ത് വിളറിയിരിക്കുന്നു. മെലിഞ്ഞ് കൊലുന്തനെയുള്ള ശരീരത്തിൽ മുഷിഞ്ഞ വസ്ത്രം ഒട്ടിപ്പിടിച്ചു കിടന്നിരുന്നു. സുന്ദരനായിരുന്ന സുരേഷിന്റെ ഇപ്പോഴത്തെ രൂപം കണ്ട് അവളുടെ ഉള്ളം ഒന്ന് ഞെട്ടി. പെട്ടെന്ന് അന്ന് ആദ്യമായി സുരേഷിനെ കണ്ട ദിവസം അവളുടെ ഓർമ്മയിലേക്ക് വന്നു. കോളേജ് തുറന്നിട്ട് അധിക ദിവസങ്ങളായിരുന്നില്ല. വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പരസ്പരം പരിചയപ്പെടുത്താനും തിരക്ക് കൂട്ടുന്ന സമയം. പുതിയതായി കോളേജിലേക്ക് വന്ന കുട്ടികളെ സ്വാഗതം ചെയ്യാനുള്ള ബോർഡ് കോളേജ് ലൈബ്രറിയിൽ തയ്യാറാക്കുകയായിരുന്നു 2ാം വർഷം BA എക്കണോമിക്സ് പഠിക്കുന്ന ജിസ. പെട്ടെന്ന് അവൾക്ക് പിന്നിൽ ഒരു പരിചിത സ്വരം കേട്ടു. കലക്കി കലക്കി. അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ ക്ലാസ്മേറ്റും മുൻ വർഷത്തെ സ്റ്റുഡൻസ് കൗൺസിൽ സെക്രട്ടറിയുമായിരുന്ന സുരേഷ് ആയിരുന്നു അത്. താങ്ക്സ്, അവൾ മറുപടി പറഞ്ഞു. ജിസ, നീ ഈ വർഷം മത്സരിക്കണം, ആർട്സ് സെക്രട്ടറി ആയിട്ട്. ഓ, എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല, പഠനത്തെ ബാധിക്കും, നിസാരഭാവത്തിൽ ജിസ പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങൾ ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ചകളും ക്യാമ്പയിനുകളുമായിരുന്നു കോളേജിൽ. സുരേഷിന്റെ നിർബന്ധത്തിന് വഴങ്ങി ജിസ ആർട്സ് സെക്രട്ടറിയായി മത്സരിച്ചു, ജയിക്കുകയും ചെയ്തു. അങ്ങനെ ആ ബന്ധം ദൃഢമായി. പക്ഷെ സുരേഷിന്റെ പോക്ക് അത്ര ശരിയായിരുന്നില്ല. അവന്റെ അച്ഛൻ അടുത്ത പട്ടണത്തിലെ ഒരു റോഡ് കോൺട്രാക്ടർ ആയിരുന്നു. 200ഓളം തൊഴിലാളികളെ പണിക്ക് വെച്ച് വിവിധ കോൺട്രാക്ട് പണികളിലെടുത്ത് പണം സമ്പാദിച്ച് ഒരു ആഡംബര ജീവിതം നയിച്ചിരുന്ന കുടുംബത്തിൽ നിന്നുള്ളവനായിരുന്നു സുരേഷ്. അവൻ അവളെ വഴിതെറ്റിച്ചു. അന്നൊരു ദിവസം കോളേജ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സുരേഷ് അവിടേക്ക് കടന്നു വന്നു. അവളുടെയും കൂട്ടുകാരി സരിതയുടെയും കൂടെ ഇരുന്ന് അവർക്ക് ഭക്ഷണം ഓർഡർ ചെയ്തു കൊടുത്തു. കൂട്ടത്തിൽ വളരെ മാരകമായ MDMA എന്ന ലഹരിമരുന്നും. സരിത പക്ഷേ കാര്യം മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിവാക്കി എന്ന് മാത്രമല്ല, അവനുമായി കൊമ്പ് കോർക്കുകയും ചെയ്തു. എന്താ നീ ഞങ്ങളെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? സരിത കോപം കൊണ്ട് ചോദിച്ചു. ജിസയ്ക്ക് വേണ്ടി നീ സംസാരിക്കേണ്ട, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ജിസയെ എനിക്കറിയാം, അവൾ എന്റേതാണ്. സുരേഷിന്റെ ഏകപക്ഷീയമായ വാക്കുകൾ കേട്ട് സരിത അമ്പരന്നു. ജിസയുടെ മൗനം സരിതയെ അമ്പരപ്പിച്ചു. മൗനം സമ്മതമെന്ന രീതിയിൽ ആ ബന്ധം തുടരുകയും. ജിസ ഒരു ക്രിസ്തീയ കർഷക തൊഴിലാളിയുടെ ഒരേ ഒരു മകളായിരുന്നു. അധികം വിദ്യാഭ്യാസമില്ലാത്ത അച്ഛനും അമ്മയും അവൾ കോളേജിൽ പഠിക്കുന്ന കാര്യം പറഞ്ഞു തന്നെ അഭിമാനിച്ചിരുന്നു. ദൂരെയുള്ള കോളേജിൽ പഠിക്കാൻ വിട്ടത് തന്നെ ബുദ്ധിമുട്ടിയായിരുന്നു. +2 നല്ല നിലയിൽ ജയിച്ചതുകൊണ്ട് മകൾ പറയുന്നതിൽ കേൾക്കേണ്ടി വന്നു അവർക്ക്. അങ്ങനെ അവൾ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങി. സാവധാനം അവളുടെ ജീവിതത്തിന് ഒരു നിയന്ത്രണവും ഇല്ലാതെയായി. വൈകുന്നേരങ്ങളിൽ സുരേഷുമൊത്ത് കടപ്പുറത്തും സിനിമാ തിയേറ്ററുകളിലും പബ്ബുകളിലും ഒക്കെ കറങ്ങി നടന്നു. അവന്റെ ധൂർത്തിൽ അവൾ മയങ്ങി വീണു. മറ്റൊരു മതത്തിൽപ്പെട്ട ഒരുവനുമായുള്ള ബന്ധം ജിസയുടെ മാതാപിതാക്കൾ അറിഞ്ഞെങ്കിലും അതിനെ എതിർക്കാനുള്ള ശക്തി അവർക്കുണ്ടായിരുന്നില്ല.
അന്നേക്ക് 3 വർഷം മുൻപായിരുന്നു ആ സംഭവം. അന്ന് കോളേജിലേക്ക് ജിസ നല്ല പിമ്പിരിയിലായിരുന്നു. സുരേഷ് നൽകിയ നല്ലൊരു ഡോസ് MDMA അവൾ അകത്താക്കിയിരുന്നു. അതുകൊണ്ട് പരിപാടികൾ കഴിഞ്ഞ് നടന്നുവെന്നും അവൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അവൾ സുരേഷിന്റെ കെണിയിൽപ്പെട്ട കാര്യം മനസ്സിലായി. അപ്പോഴേക്കും അവളുടെ ചാരിത്രം അവൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. അവൾ ഗർഭിണിയായതോടുകൂടി പഠിത്തവും മുടങ്ങി. പ്രസവത്തിന് ലേബർ റൂമിൽ കിടക്കുമ്പോഴാണ് അവൾക്ക് അവളുടെ സ്ഥിതി എത്ര മോശമാണെന്ന് മനസ്സിലായത്. പ്രസവമെടുത്തത് ഒരു പ്രായമായ ഡോക്ടർ മാലതിയായിരുന്നു. അവരുടെ കൗൺസിലിംഗും പിന്തുണയും കൊണ്ട് ജിഷ ലഹരിയുടെ കരാളഹസ്തത്തിൽ നിന്നും മുക്തി നേടി. ജിഷ, നീ വിചാരിച്ചാൽ അവനെയും രക്ഷപ്പെടുത്താൻ സാധിക്കും. അന്ന് ആ ഡോക്ടർ പറഞ്ഞിരുന്നു. അവർ അതിനുള്ള മാർഗവും പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ സുരേഷ് എന്നും ഒളിവിലായിരുന്നു, ആർക്കും പിടികൊടുക്കാതെ. പെട്ടെന്ന് ജിസ കുറെ ആളുകൾ കടന്നു വരുന്ന കാൽപര്യമാറ്റം കേട്ടു. അവളുടെ ഹൃദയം വല്ലാതെ മിടിച്ചു. ഉദിച്ചുയർന്ന ചന്ദ്രപ്രകാശത്തിൽ അവൾ സുരേഷിന്റെ മുഖത്തേക്ക് നോക്കി. പരിഭ്രമം പതിയിരുന്ന ആ മുഖം പെട്ടെന്ന് വികൃതമായി. കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അധികം താമസിയാതെ ഒരു പറ്റം നാട്ടുകാർ അവിടെ എത്തി. കോളേജ് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പരിധിയിൽ കവിഞ്ഞ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും പോലീസ് പിടിയിലായിരിക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് പിടികിട്ടാപ്പള്ളിയായി കഴിയുകയായിരുന്നു സുരേഷ്. ആരോ വിവരം കൊടുത്തതുപോലെ പോലീസിനെയും കൂട്ടി സുരേഷിനെ തപ്പി ഇറങ്ങിയതായിരുന്നു അവർ. സുരേഷ് അവിടെ ഇരുട്ടിൽ കാട്ടിൽ എവിടെയോ മറഞ്ഞു. നാട്ടുകാരിൽ ഒരാൾ മുന്നോട്ട് വന്ന ജിസയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോലെ, എന്ത് സഹായവും ഞാൻ ചെയ്തു തരില്ലേ? ഈ ലഹരിക്കടിമയായ പൊട്ടനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അയാൾ നന്നായി മദ്യപിച്ചിരുന്നു. അയാൾ പറഞ്ഞതിന്റെ സാരം അവൾക്ക് മനസ്സിലായി. കുഞ്ഞിനെ ഇടതു ഒക്കത്ത് വെച്ച് വലത് കൈ വീശി അവൾ അവന്റെ കർണത്തടിച്ചു. അതോടെ കൈവച്ചവൻ അടിയും കൊണ്ട് ആൾക്കൂട്ടത്തിൽ മറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ അവളുടെ പ്രസവമെടുത്ത ലേഡി ഡോക്ടറെ ചെന്ന് കണ്ടു. അവർ 2 വർഷം മുൻപേ പറഞ്ഞതനുസരിച്ച് അവൾ സ്വയം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നിട്ട് അവൾ ഡോക്ടറെ കൊണ്ട് സുരേഷിനെ വിളിപ്പിച്ചു. അവൾ അത്യാസന്ന നിലയിലാണെന്ന് അവനെ ധരിപ്പിച്ചു. അപ്പോൾ അവൻ രംഗത്ത് വരികയും അതോടെ അവനെ അറസ്റ്റ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ വന്ന സുരേഷ് ആ രംഗം കണ്ട് പൊട്ടിത്തെറിച്ചു. അവൻ ജിസയോട് ചോദിച്ചു, നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അല്ല, നിങ്ങളെയും എന്നെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ പല മാർഗങ്ങളും ഞാൻ നോക്കി. പക്ഷെ ഒന്നും ഫലം കണ്ടില്ല. ഈ ഒരേ ഒരു മാർഗം മാത്രമേ ഇനി ബാക്കിയുണ്ടായിരുന്നു. സുരേഷുമായി പോലീസ് നടന്നു പോകുന്നത് കണ്ട ജിസ ഉള്ളിൽ സന്തോഷിച്ചു. ഉപദേശവും സഹായവും സംരക്ഷണവും നൽകിയ ഡോക്ടറെ അവൾ മനസ്സാ സ്തുതിച്ചു. കൈക്കുഞ്ഞുമായി ജിസ അടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്ത് അവളെ അത് ഈർന്നണിയിച്ചിട്ടും അവൾ അത് അറിയുന്നുണ്ടായിരുന്നില്ല. കയ്യിലിരുന്ന കുഞ്ഞ് പുറകോട്ട് നോക്കി വാവിട്ട് കരയുന്നുണ്ടായിരുന്നു. തീർച്ചയായും ആ കുഞ്ഞു മനസ്സ് അവളുടെ അച്ഛനെ തേടുകയായിരുന്നിരിക്കണം. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ഒരു കുഞ്ഞിന്റെ അവകാശമാണെന്ന് പറയുന്നത് പോലെ. താങ്ക് യു. താങ്ക് യു സർ. ഇതാണ് കഥ. സ്പീഡിൽ ഞാൻ വായിച്ചു, കാരണം അല്ലെ നീണ്ട ബോറടിക്കും. എങ്ങനെയാണ് രസകരമായതെന്ന് എനിക്കറിയത്തില്ല. പറയാം സാർ, പറയാം. വളരെ വളരെ ഹൃദയസ്പൃക്കായ ഒരു കഥയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തു. ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ എല്ലാ തലങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും, പിന്നെ ജോർജ് സാർ ആദ്യം പറഞ്ഞ പോലെ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എല്ലാ നിഗൂഢതകളും അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. അങ്ങോട്ട് മയക്കുമരുന്ന് അത്രമാത്രം പിടിക്കപ്പെട്ട ഒരാൾ അവിടുന്ന് രക്ഷപ്പെടുന്നു, വീണ്ടും പിടിക്കാതിരിക്കാൻ ഒളിച്ചിരിക്കുന്നു. അപ്പോഴും ഒട്ടും വിടാതെ കൃത്യമായ ഒരു കൗൺസിലിങ്ങിൻ്റെ ഫലമായി എൻ്റെ ഭാര്യ അതിനെ പിന്തുടരുന്നതും ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുകൾ പോലും വളരെ പ്രത്യേകതകളാണ്. കുഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മയുടെയും അവകാശമാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണെന്ന് ചിന്തിക്കാൻ തക്ക വിധത്തിലുള്ള ആ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ ആ ചലനങ്ങളും എല്ലാം സാർ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഡിസ്കഷനിലേക്ക് പോകാം. സാർ. ഓക്കെ സാർ. ആരെങ്കിലും ഉണ്ടോ? വേറെ കേൾവിക്കാരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ സാറിലേക്ക് വരാം. സാർ കേട്ടോളൂ. സാർ. സർ, കഥ തുടങ്ങിയ 3-4 മിനിറ്റ് ഞാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും മനസ്സിനെ, എൻ്റെ പേര് ഉലഹൻ എന്നാണ്. ഞാൻ പാലക്കാടാണ്. ഉലഹനൻ സാർ, പാലക്കാട്. പറഞ്ഞോളൂ സാർ. ഓക്കെ. വളരെ ലളിതവും സുന്ദരവുമായ ഒരു ആഖ്യാന രീതിയാണ്
കഥയിലുടനീളം സാറ് പ്രകടിപ്പിച്ചത്. ഓരോ നിമിഷവും കഥ വഴിതിരിഞ്ഞു പോകുന്നതായിട്ട് തോന്നുകയും ഒരല്പം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ കുറെ കൂടെ വളരെ ശ്രദ്ധയോടുകൂടി ആ കഥ കേൾക്കാൻ തുടങ്ങി. സുരേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ഈ നായിക അവരെ അവതരിപ്പിച്ചതും അവർക്കൊരു കുഞ്ഞ്, അത് യഥാകാലം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. എഴുത്തുകാരൻ്റെ എഴുതിയ ആളാരാണെന്ന് ഞാൻ കേട്ടില്ല. എഴുത്തുകാരൻ്റെ പ്രത്യേക ഒരു കൗശലം തന്നെ അതിനകത്ത്. സാറ് തന്നെ എഴുതിയ കഥയാണ്. സന്തോഷം സാർ. പിന്നെ അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളെ ഒരു ഉദ്യോഗ നിലയിലേക്ക് അടുത്തത് എങ്ങോട്ട് ആ യാത്ര, അതൊന്ന് അറിയാനായിട്ട് നമ്മൾ കാക്ഷിക്കുകയാണ്. ധീരയായ ഒരു പെൺകുട്ടി തൻ്റെ അവസ്ഥകളുടെ അവസാന നിമിഷം തൻ്റെ തോൾപ്പുറത്ത് കൈവച്ചവന് സ്വന്തം കുഞ്ഞിനെ ഇടത് കൈയിലേക്ക് മാറ്റി വലത് കൈകൊണ്ട് അവൻ്റെ ചെവിട്ടത്തൊന്ന് കൊടുത്ത് ധീരയായ പെൺകുട്ടി തിരിഞ്ഞാനും മറിയാനും ഒന്നുമില്ല അവനാ ഇരുട്ടിൽ അപ്രത്യക്ഷമാകുന്നത്. ജീവിക്കാനുള്ള കൊതി, തൻ്റെ കൊച്ചിനോടുള്ള ആ അവസ്ഥ, തൻ്റെ ഭർത്താവായ ആ വ്യക്തിയെ വിവാഹം കഴിച്ചോ ഇല്ലയോ, ആ കൊച്ചിൻ്റെ അച്ഛനെ സംരക്ഷിക്കാനുള്ള അവളുടെ തീവ്രമായ പരിശ്രമം എല്ലാം കൂട്ടിച്ചേർത്ത് ജീവിതത്തിൽ ഒരു ചെറിയ ദുഃഖമായി നമ്മളിലേക്ക് ഇറക്കിക്കൊണ്ടുവരാൻ, ഈ കഥാപാത്രങ്ങളെ ഇറക്കിക്കൊണ്ടുവരാൻ സാറിന് സാധിച്ചു. ഭംഗിയായിട്ട് അത് നിർവഹിച്ചു. നല്ല രസകരമായി അത് ആസ്വദിച്ചു. നന്ദി സാർ. ഓവർ സാർ. ഓക്കെ, രാജു സാർ. ശ്രീകുമാരി മാം പറഞ്ഞോളൂ. ഓക്കെ, പറയാം സാർ. നല്ല കഥ. ഒരു ലഹരിക്കടിമപ്പെട്ട ഒരു ആളിന്റെ ചതിക്കുഴിയിൽ അകപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. ചതിക്കുഴി തന്നെയാണ്. അയാൾ ലഹരിയിലൂടെയാണല്ലോ അവളെ കീഴ്പ്പെടുത്തി അവളുടെ ജീവിതം വഴിയാധാരമാക്കുന്നത്. കോളേജിൽ വെച്ച് കണ്ടുമുട്ടി. സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു. പക്ഷേ അയാൾ ഇപ്പോ ലഹരിയുടെ അടിമ ആയതോടുകൂടി അയാൾ വിരൂപനായിരിക്കുകയാണ്. അവളുടെ സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി കൂരിരുട്ടിലൂടെ നടക്കുന്നു. അപവാദ പ്രചരണം ഒന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോവുകയാണ്. അച്ഛനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം. അങ്ങനെ ആ കൂരിരുട്ടത്ത് അവൾ അയാളെ കാണുന്നു. കുഞ്ഞിന്റെ അച്ഛനെ കണ്ടു. കുഞ്ഞിന്റെ കാര്യം അവൾ ഓർമ്മപ്പെടുത്തുന്നു. സഹിക്കാൻ പറ്റാത്ത വിശപ്പ് ആയിരുന്നിട്ട് പോലും സ്വന്തം കാര്യം മറന്ന് സ്വന്തം കുഞ്ഞിനെ പറ്റിയാണ് അവൾ ചിന്തിക്കുന്നത്. പക്ഷെ അയാൾ പറയുന്നത് എന്താണ്? എന്നെ ഇപ്പോൾ പോലീസ് പിടിക്കും, ഞാൻ ഇല്ലാതായി കഴിഞ്ഞു, നീ എന്നെ മറക്കണം. ഇപ്പോൾ കുട്ടിയെപ്പറ്റി അവൾ ഓർമ്മിപ്പിക്കുന്നു. അയാൾ ഇന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ലഹരിയാണ് അവളെയും ആ കുടുംബത്തെയും നശിപ്പിച്ചത്. എന്നിട്ടും അവൾ അവസാനം ഡോക്ടറെ കണ്ട് അയാളെ പോലീസിൽ ഏൽപ്പിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് ആശ്വാസം. അങ്ങനെയെങ്കിലും അയാൾക്ക് മുക്തി കിട്ടും എന്നുള്ളതാണ് അവളുടെ ആശ്വാസം. അവസാനം അപവാദങ്ങൾ വീണ്ടും കേൾക്കേണ്ടി വരുന്നു. ഒന്നും വകവയ്ക്കാതെ ആ അപവാദം പറഞ്ഞ ആളിന്റെ കരണത്തടിച്ച് അവൾ സ്വന്തം കുഞ്ഞിന്റെ ജീവിതം മാത്രം മുന്നിൽ കണ്ട് അവൾ മുന്നോട്ട് പോകുന്നു. നല്ല കഥ. ലഹരിയുടെ കാര്യം, കുടുംബം നശിക്കുന്നതിനെ പറ്റിയും നല്ലൊരു ഗുണപാഠ മെസ്സേജ് ഉണ്ട്. വളരെ നല്ല കഥ സാറേ. താങ്ക് യു. നല്ല കേട്ടിരുന്നു, മുഴുവനും കേട്ടിരുന്നു. അതിൻ്റെ അനങ്ങാതെ കേട്ടു. ഓക്കെ മാം. രാജു സാർ. ഓക്കെ, താങ്ക് യു സാർ. സാന്റണി സാറ് കവലത്തുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ തുടക്കത്തിൽ കഥ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് വന്നത്. പരിചയപ്പെടുത്തിയപ്പോൾ ഇല്ലായിരുന്നു. ജോഷി സാറാണ് പരിചയപ്പെടുത്തിയിരുന്നത്. ജോഷി സാറിൻ്റെ നാട്ടുകാരനാണെന്ന് വിചാരിക്കുന്നു. ഞാനും ചങ്ങനാശ്ശേരിക്കാരനാണ്. ചങ്ങനാശ്ശേരി തെങ്ങണയിലുണ്ട് എൻ്റെ വീട്. ആക്ച്വലി ഞാൻ സാറ് മ്യൂട്ടാണ്. തോമസ് ആന്റണി സാർ മ്യൂട്ടാണ്. ഞാൻ മ്യൂട്ട്, സോറി, അറിഞ്ഞില്ല അത്. ഞാൻ കാവാലംകാരനാണ്. ചങ്ങനാശ്ശേരി തുരുത്തിയിലാണ് താമസിക്കുന്നത്. ശരി. ചങ്ങനാശ്ശേരി തുരുത്തി എൻ്റെ വൈഫിൻ്റെ സാറിന്റെ പേരെങ്ങനെ? രാജു ഫിലിപ്പ്. രാജി ഫിലിപ്പ്. അതെ. എവിടെയാ അവിടുന്ന് താമസം? അവിടെ
ചങ്ങനാശ്ശേരി തെങ്ങണയിലാണ് താമസിക്കുന്നത്. തെങ്ങണ ഓ അത് ശരി. അവിടെ തെങ്ങണയില്ല. സെയിന്റ് പെർഗ്വൻസ് കോളേജിലാണ്. തെങ്ങണയിൽ എൻ്റെ അനിയനുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട് തെങ്ങണയിൽ. ശരി. എന്താ പേര്? അവിടെ ജോർജാനെ ടെജിയോ ടയർ സർവീസ് പെട്രോൾ പമ്പിന്റെ അടുത്ത് നമ്മുടെ അവിടെ പെരുമേനച്ചിയിലെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അതിന്റെ അടുത്ത് ശരി. ടയർ സർവീസ്. ഞാൻ അതിൻ്റെ അടുത്ത് താമസിക്കുന്നത്. സാറേ, ഈ ടെമ്പോയില് ഈ നമ്മുടെ അവലോകനം നടക്കട്ടെ, പരിചയപ്പെട്ട് നമുക്ക് ഏറ്റവും അവസാനം നടത്താം. ആയിക്കോട്ടെ നടക്കട്ടെ. ശരി ശരി. ഓക്കെ, നാട്ടുകാരനാണെന്ന് അറിഞ്ഞതിൽ പ്രത്യേക സന്തോഷം. ആന്റണി സാറ് വളരെ ഭംഗിയായിട്ട് കഥ അവതരിപ്പിച്ചു. സ്വന്തമായിട്ട് എഴുതിയ കഥയാണെന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും നല്ലൊരു കഥാകാരനാണ്. വളരെ പറയുന്നത് ഗൃഹസ്ഥനായിട്ടുള്ള ഒരു കഥാകൃത്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. നല്ല രീതിയിൽ അത് ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഈ കഥയുടെ ഇടയ്ക്ക് ടെലിഫോൺ കോൾ വന്നപ്പോഴത്തേക്ക് ഈ കഥയുടെ രസച്ചെട എനിക്ക് അല്പം പൊട്ടിപ്പോയി. അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷമാപണം. ഏതായാലും ആദ്യയുടെ അവസാനം വളരെ അധികം പിരിമുറുക്കം നിറഞ്ഞതായിട്ടുള്ള ഒരു പ്രമേയമായിരുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ യുവതലമുറയുടെ പോക്കിൽ, അതായത് ഈ പറയുന്നതായിട്ടുള്ള ലഹരിക്ക് അടിമയാകുന്നതായ യുവതലമുറയെക്കുറിച്ചും അതുപോലെ തന്നെ ഈ രീതിയിൽ രണ്ട് പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം, ഈ അന്തരത്തെക്കുറിച്ചൊക്കെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തെ വളരെ വളരെ സമൃദ്ധമായിട്ട് നല്ല രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് സാറിന് അവതരിപ്പിക്കാൻ സാധിച്ചു. പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. കൂടി ഞാൻ സംസാരിക്കുന്നില്ല, മറ്റുള്ളവരൊക്കെയും പറഞ്ഞതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നല്ലൊരു കഥ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി അമർജ്യോതി മാം അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ട് ആകുന്നില്ല. ഇതുപറ്റി കേൾക്കുന്നു. മ്യൂട്ട് ആകുന്നില്ല. ഓക്കെ, എന്നാൽ റോയ് സാർ പറയും, നോക്കട്ടെ എന്നാന്ന്. നമസ്കാരം, എൻ്റെ റോയി എന്നാണ്. ഞാൻ സാറിൻ്റെ കഥ ആദ്യം മുതലേ ശ്രദ്ധിച്ചു. ശരീരം വിറ്റ് ഉപജീവനം നയിക്കുന്ന ലിസ എന്ന സ്ത്രീയിലാണ് ഈ വായനക്കാരുടെ എല്ലാം കേൾവിക്കാരുടെ എല്ലാം ശ്രദ്ധ ഇരുന്നത്. അവർ രാത്രിയിൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞുമായി പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവളെക്കുറിച്ച് വളരെ മോശമായ ഒരു ചിന്താഗതിയിലൂടെയാണ് ഞാൻ ഈ കഥ കേട്ടു തുടങ്ങിയത്. അപ്പോൾ ചന്ദ്ര വെളിച്ചത്തിലെ കണ്ട സുരേഷിനെ അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ അച്ഛനാണ് എന്ന് മനസ്സിലായി. തുടർന്ന് കഴിഞ്ഞകാല ജീവിതങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് കഥയുടെ ഒരു പ്രത്യേക അവസരം സംഭവങ്ങളിലേക്ക് ശ്രദ്ധ വന്നത്. വളരെ ലക്ഷറി ജീവിതം നയിച്ചിരുന്ന ഒരച്ഛൻ്റെ മകനായ സുരേഷും കർഷക കുടുംബത്തിൽ ജനിച്ച ഒരച്ഛൻ്റെ മകളായ ലിസയുമാണ് ഇതിനകത്തെ കഥാപാത്രങ്ങൾ. കോളേജ് ജീവിതത്തിലെ സഹവർത്തിത്വവും എല്ലാം വളരെയധികം ഇംപ്രസീവായിട്ട് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെങ്കിലും MDMA-യുടെ ഉപയോഗവും അതിനടിമയായി പോയ സുരേഷിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇതിനടിമയായ ലിസയും കൂടി പെട്ടുപോയതിൻ്റെ ബാക്കി ചിത്രമാണ് ഈ 2 വയസ്സുള്ള കുട്ടി എന്നും മനസ്സിലായി. അപ്പോൾ ഈ MDMA പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന കോളേജ് ജീവിതത്തിൽ, അപ്പോൾ അത് തന്നെയല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്റ്റുഡൻറ് കൗൺസിൽ സെക്രട്ടറിയും ആർട്സ് ക്ലബ് സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു ഈ 2 പേരും. അപ്പോൾ അത്ര ഉത്തരവാദിത്തമുള്ള ചില പൊസിഷനിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ ലഹരിക്ക് അടിമയായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി തരുവാൻ
സാറിൻ്റെ ഈ കഥ വളരെയധികം സ്വാധീനിച്ചു. ഒന്നത്. രണ്ട്, തൻ്റെ ലഹരി അടിമത്വത്തിൽ നിന്ന് മോചിതയായ ലിസ തൻ്റെ ഭർത്താവിനെയും അതിൽ നിന്ന് മോചിതനാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്ത ആ പ്രവൃത്തി അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോയതുപോലെ തോന്നി. കാരണം ഒരു ചതിയിലൂടെ പോലീസിന് പിടിക്കപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് തോന്നിയത് അദ്ദേഹത്തിന്. ഏതായാലും വളരുന്ന സാഹചര്യങ്ങൾ, ലക്ഷറി ലൈഫിൽ വളർന്ന കുട്ടികളും അതല്ലാതെ വളർന്ന കുട്ടികളും തമ്മിലുള്ള കോളേജ് ജീവിതത്തിലെ കാര്യങ്ങളും അവർ തമ്മിലുള്ള അടുപ്പവും ബന്ധവും എല്ലാം ഇന്നത്തെ ആൾക്കാർക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ കഥ വളരെയധികം സഹായിച്ചു. അത് തന്നെയല്ല, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അത്രമാത്രം ഡെഡിക്കേഷനൊക്കെ വേണം എന്നുള്ളതും രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് വളരെ ഉപകരിക്കുന്ന ഒരു കഥയായിരുന്നു. കഥ അവതരിപ്പിച്ച തോമസ് ആന്റണി സാറിന്, അതായത് ബാബു സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. Yes, sir. Thank you, Thomas sir. Thank you, Sabu sir. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ നമ്മളെ പ്രസന്റ് കണ്ടീഷനിൽ ഏറ്റവും അനുയോജ്യമായ ഒരു കഥ തന്നെയാണ്. അതായത് ഈ കൗൺസിലിംഗ് ഒക്കെ വരുന്ന എത്രയോ മക്കൾ ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും അത് തന്നെ ഓർമ്മ വരുക. പേര് മാറിയെന്ന് മാത്രമേ ഉള്ളൂ സാറേ. ശരിക്കും ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. അതായത് ഏറ്റവും ഞാൻ പറയാൻ വിചാരിച്ചൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞ്, നമ്മളെ റോയ് സാറ് പറഞ്ഞു കഴിഞ്ഞു. അതായത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫിലുള്ള ഒരാളെ ചിന്താഗതിയും സാധാരണ ഒരു കുടുംബത്തിലെ ആ പെൺകുട്ടീന്റെ ചിന്താഗതിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ സാറ് ശരിക്കും അത് പറഞ്ഞത് കറക്റ്റാണ് സാറേ. ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അവസാനം ആ പുതിയ തലമുറ, ആ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ് അതിന്റെയൊക്കെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരിക. സാറ് പറഞ്ഞ കുറെ ഇതുണ്ട്. ഞാൻ ഭയങ്കര കുറച്ചുകൂടി പ്രതീക്ഷിച്ചിരുന്നു സാറേ. കുറച്ചായിപ്പോയി സ്റ്റോറി, വളരെ സാറുമാറിന് എനിക്ക് തോന്നിപ്പോയി. സാറ് പറഞ്ഞ ബോറൊന്നും അടിച്ചില്ല, വളരെ നല്ല. ഞാൻ ഈ ഗ്രൂപ്പിലൊക്കെ ഇടുമ്പോഴത്തേക്ക് എല്ലാരും പറയും നീണ്ട കഥയായി, ഒത്തിരി ചുരുക്കണമായിരുന്നു. അതായത് സാർ തന്നെ എഴുതിയ കഥയായതുകൊണ്ട് അതിനെ ഒരു സാർ അത് പറയുമ്പോ കറക്റ്റ് ആയിട്ട് അത് ഞങ്ങളെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു സാറേ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. സ്നേഹലത മാം. ശുദ്ധോധനം ഡോക്ടർ പറഞ്ഞു. അതെ, കഥ തുടക്കം ഈ പഞ്ചവൻകാട്ടിൽ മാർത്താണ്ഡവർമ്മയിലെ പോലെ ഇങ്ങനെ തുടങ്ങി. അതായത് പ്രകൃതിയും അന്തരീക്ഷവും ഒക്കെ ആയിട്ട് ഈ വെളിച്ചമില്ലാതെ മെഴുകുതിരി വാങ്ങിയിട്ട് പോകുന്നതൊക്കെ കേട്ടപ്പോൾ ഒരു ഈ അപസർപ്പക നോവൽ തുടങ്ങുന്നത് പോലെ ഈ രാമപിള്ളയുടെ മാർത്താണ്ഡവർമ്മയിലെ പഞ്ചവൻകാടിൻ്റെ വർണ്ണന പോലെ ഇങ്ങനെ അതങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ നമ്മുടെയൊക്കെ ആകാംക്ഷ സാർ അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അതിങ്ങനെ കഥ പോയി, പിന്നെ ഒക്കെ ആയി. പക്ഷേ MDM ഒക്കെ വന്നിട്ട് 2-3 കൊല്ലമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു കോളേജ് ജീവിതത്തിൽ എൻ്റെ ബാച്ച്മേറ്റ് ഒരു അതിസമർത്ഥയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവരുടെ പേര് സുധ എന്നാണ്. ഇപ്പോൾ ഒരു ഡോക്ടറാണ്. അപ്പോൾ അവർ റിട്ടയർ ചെയ്തു. അപ്പോൾ അവർ അന്ന് ഈ M. കുന്നൻ്റെ നോവലുകൾ ഇറങ്ങുന്ന കാലമാണ്. ഭ്രാന്ത് പിടിച്ചതുപോലെ ഈ ഡൽഹി, ആവിലായിലെ സൂര്യോദയം, ഹരിദ്വാരിൽ മണി മുഴങ്ങുന്നു, ഇതൊക്കെ വായിച്ചിട്ട് ഈ കഞ്ചാവിൻ്റെ പുകയെപ്പറ്റിയും അതുപോലെ തന്നെ ഈ ഭാങ് ഇതിനെയൊക്കെ പറ്റിയിട്ട് കോളേജ് ക്യാമ്പസുകളിലെല്ലാം തന്നെ ഈ എഴുത്തുകാരുടെ, അപ്പോൾ ചുള്ളിക്കാടും ഒക്കെ കഞ്ചാവ് വലിച്ചിട്ടും അതേപോലെ ഒക്കെയുള്ള ഒരു വലിയൊരു മദ്യം, മയക്കുമരുന്നൊക്കെ ഈ ക്രിയേറ്റിവിറ്റിക്ക് ആവശ്യമാണെന്നൊക്കെ കണ്ടിട്ട് ഒരുപാട് കോളേജ് കുമാരന്മാർ ഒക്കെ ഇതിൽ പെട്ടുപോയ കാലമായിരുന്നു. അപ്പോൾ ഈ സീനിയർ ബാച്ചിൽ പഠിക്കുന്ന രവീന്ദ്രൻ ഇതുപോലെ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആൾ, കഥ എഴുതുന്ന ആൾ. സുധ വലിയ ഗായിക, എഴുത്തുകാരി ഒക്കെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു വലിയ റിലേഷൻ. അപ്പോൾ സീനിയർ ബാച്ചിൽ ഈ ആൺകുട്ടി ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ വരാന്തയിൽ വരും. അപ്പോൾ ഈ പെൺകുട്ടി ഇറങ്ങിച്ചെല്ലും. പക്ഷേ ഇവൻ വലിയ ഈ കഞ്ചാവ് വലിക്കാരനാണെന്നുള്ളത് ബാക്കി കോളേജിൽ എല്ലാവർക്കും അറിയാം. കാരണം ഈ കഞ്ചാവ് വലിച്ചൊരു വിയർക്കുമ്പോൾ ഒരു ദുർഗന്ധമാണ് അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് ചെല്ലുമ്പം തന്നെ, പക്ഷേ ഇവൻ പഠിക്കാൻ ഭയങ്കര സമർത്ഥൻ.
ആ ബാച്ചിലെ ടോപ്പ് സ്റ്റുഡൻറ്റ്, എഴുത്തുകാരൻ, അതേപോലെ തന്നെ ഗായകൻ, ഇതെല്ലാമായിട്ട് കാണാനൊന്നും വലിയ ചൊവ്വൊന്നുമില്ല, മുടിയൊക്കെ വീട്ടിയിട്ടൊക്കെ കിടക്കും. എന്നിട്ട് ഈ പാവം ഈ പെൺകുട്ടി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ഇവൻ്റെ കൂടെ ഒളിച്ചോടി. 2 ജാതിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റാതെ ഈ ഡ്രഗിന് അടിമയായിട്ട് ഇവർ ഈ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് ഈ SSLC മാർക്ക് വെച്ച് ജോലി കിട്ടുമായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ക്ലാസ്സിലെ ടോപ്പേഴ്സാണ്. സീനിയർ ബാച്ചിലെ രവീന്ദ്രനും ഞങ്ങളുടെ ബാച്ചിലെ സുധയും. എന്നിട്ട് ഈ ക്ലർക്കൽ പോസ്റ്റിലാണ് ജോലി കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇയാൾക്ക് കരളിന് അസുഖമൊക്കെ വന്നിട്ട് പുള്ളി ആശുപത്രിയിൽ വെച്ച് മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കഞ്ചാവിന് അടിമപ്പെട്ടിട്ട് ഇയാളിൽ നിന്നൊരു കുട്ടിയൊക്കെ അവൾക്കുണ്ടായി. പക്ഷെ അവൾ ധീരയായിരുന്നു. ഇതിലെ നായിക എനിക്ക് ഓർമ്മ വന്നത് അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്ക് ഈ മാർക്ക് വെച്ചിട്ടുള്ള എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട് മെഡിക്കൽ എൻട്രൻസ് വന്നിരുന്നു. അപ്പോൾ ഇവൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ പ്രീ ഡിഗ്രിയുടെ ഇത് വെച്ചിട്ട് അന്ന് സെക്കൻഡ് ഗ്രൂപ്പ് എന്നാണ് അറിയാം, അത് വെച്ചിട്ട് എൻട്രൻസ് എഴുതി ഇവൾക്ക് MBBSന് അഡ്മിഷൻ മേടിച്ചു, പഠിച്ചു, ഡോക്ടറായി. അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഇടയ്ക്ക് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്. വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഇവളുടെ മകളുടെ കല്യാണത്തിന് ക്ഷണം കിട്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഈ കഥകൾ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചത്, ഇയാൾ മരിച്ചുപോയ കാര്യങ്ങളുമൊക്കെ. ഇതേപോലെ ഈ കോളേജിൽ വെച്ചിട്ട് ഇവരുടെ ഈ നമ്മുടെ ഈ യുവജനോത്സവം ഉണ്ടല്ലോ, ഈ യുവജനോത്സവത്തിൽ വെച്ച് ഇവർ ശാരീരികമായിട്ട് ബന്ധപ്പെടാനിടയായി, ഒന്നിച്ച് ട്രാവൽ ചെയ്യുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇവൾക്ക് പിന്മാറാൻ കഴിയാതെ പോയത്. അപ്പോൾ സാറിൻ്റെ ഈ കഥ കേട്ടപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ ജീവിതവും ഒക്കെ എനിക്ക് മനസ്സിൽ നന്നായി വന്നു. ഇത് കഥയെ പറ്റിയിട്ട്. ഇനി കഥയുടെ ആ ഒരു ക്രാഫ്റ്റിനെ പറ്റി പറയാം. ഇത് നമ്മുടെ പണ്ടത്തെ എഴുത്തുകാരുടെ ഒരു ക്രാഫ്റ്റാണ് സാറ് അവതരിപ്പിച്ചത്. നേരിട്ട് കഥ പറയുക, നേരിട്ട് കഥ, സൂചനകളില്ലാതെ ഡയറക്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ വർണ്ണിച്ച് കേൾപ്പിക്കുക. അപ്പോൾ അത് ഈ നമുക്ക് പഴയ തലമുറയിൽപ്പെട്ട നമുക്ക് എല്ലാം ആ രീതിയിലുള്ള ഒരു നറേഷനാണ് ഇഷ്ടം. കാരണം ഇപ്പോൾ ഈ പിക്കാസോയുടെ ചിത്രം കാണിച്ചിട്ട് ഒരുപാട് ഗർണിക്കൊക്കെ കാണിച്ചിട്ട് വ്യാഖ്യാനിച്ചെടുത്തോളൂ എന്ന് പറയാൻ ഉള്ള വലിയ വ്യാഖ്യാനത്തിനൊന്നും നമുക്ക് നേരമില്ല. അതിവേഗത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന സാറ് പിന്നെ ഈ തുടക്കത്തിൻ്റെ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്തതുപോലെ പറഞ്ഞു, ഞാൻ അതിവേഗത്തിൽ വായിക്കും, എൻ്റെ കഥ വളരെ നീണ്ടതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒക്കെ തയ്യാറെടുത്തിരുന്നു ഒരു മണിക്കൂർ നേരം കേൾക്കാനായിട്ട്. പക്ഷെ അത് തുടക്കത്തിൻ്റെ ഒരു അച്ചടക്കം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തീർന്നു. സാറ് വെപ്രാളപ്പെടുകയായിരുന്നു ഇത് വേഗം അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കഥ അവസാനം അങ്ങോട്ട് വളരെ ചുരുങ്ങിയ വരികളിലാക്കിപ്പോയി. അപ്പോൾ ഈ സ്ത്രീയുടെ ഒരു ശക്തി ഈ ചില വാക്കുകളിലേ വന്നോളൂ. പക്ഷെ ഇവരനുഭവിക്കുന്ന ഒരു വ്യഥയുണ്ടല്ലോ, ഈ പേര് ചീത്തയാകുന്നതും നാട്ടുകാർ പറയുന്നതും പിന്നെ അങ്ങനെ ഒരു ഈ മാതൃത്വം എപ്പോഴും നമുക്കറിയാം. കള്ളിച്ചെല്ലമ്മ സിനിമയിലൊക്കെ ഈ പമ്പ് ഓപ്പറേറ്റർ വന്നിട്ട് ഒരു ഗർഭം സമ്മാനിച്ച് പോകുമ്പോൾ ഷീല അനുഭവിക്കുന്ന, ഈ കള്ളിച്ചെല്ലമ്മ അനുഭവിക്കുന്ന, അതും ആലപ്പുഴ സാറിൻ്റെ സ്ഥലത്ത് എവിടെയാണ് നടന്ന കഥയായിട്ടാണ് കാണിക്കുന്നത്. കുട്ടനാട്ടിൽ നസീർ പമ്പ് ഓപ്പറേറ്ററായിട്ട് വരികയും ഈ സുന്ദരിയെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇയാൾ ഈ കരിമുകിൽക്കാട്ടിലെ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കാമുകനകന്നു പോവുകയും ഇവർ നിൽക്കുകയും പിന്നീട് ഈ ഒതളങ്ങ കഴിച്ച് മരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അതിൽ ഈ അവിഹിതത്തിലൂടെ ഗർഭിണിയാകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന അതിഗംഭീരമായിട്ടുള്ള പീഡനങ്ങളും അപമാനങ്ങളും സമൂഹം ഒറ്റപ്പെടുത്തലും ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. സാർ ആ ഭാഗം ഒക്കെ അങ്ങ് വേഗം ഫോർവേഡ് അടിച്ച് കളഞ്ഞു അത് അങ്ങനെ ഫോർവേഡ് അടിച്ചു പോവുകയും. പക്ഷെ ഇത് നല്ല സന്ദേശമാണ്. കാരണം ഇപ്പോൾ ഈ കോളേജുകളിലും എല്ലാം തന്നെ ടൂറ് പോകുമ്പോഴും കലോത്സവത്തിനും കോളേജ് ആനിവേഴ്സറിക്കും എല്ലാം തന്നെ മയക്കുമരുന്ന് ധാരാളം ഈ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പെൺകുട്ടികൾ ഈയാമ്പാറ്റ പോലെ വീഴുകയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒക്കെ ഇപ്പോൾ വലിയൊരു കാര്യമായിട്ടാണ്. കാരണം ഈ വിർജിനിറ്റി നഷ്ടപ്പെടാത്തൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോളേജുകളിലൊക്കെ വളരെ അപമാനം ഉള്ള ഒരു കാലഘട്ടമാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു പഫ് എടുക്കാത്ത അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ് നാക്കിൻ്റെ അടിയിൽ വെക്കാത്തതുമൊക്കെ വളരെ പഴഞ്ചനാണ് എന്നുള്ള രീതിയിൽ ആയി. അപ്പോൾ അതുപോലെ ഈ ബിയർ മദ്യം അല്ലാതായി. ടൂറ് പോകുമ്പോഴൊക്കെ ഈ കുപ്പിയിൽ നിറച്ചു കൊണ്ടുവരുന്ന കൊക്കോക്കോളയും ഫാൻറ്റയുടെയൊക്കെ കുപ്പിയിലൊക്കെ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇപ്പോൾ സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കഴിഞ്ഞു. അതിന് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് കൊണ്ടുവരുന്ന പാവം ചെക്കന്മാരെയൊക്കെയാണ് വാളയാറിലുമൊക്കെ പിടിക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഈ സാറിൻ്റെ കഥ വലിയൊരു കാലിക പ്രാധാന്യമുള്ളൊരു കഥയാണ്. പിന്നെ ഈ സദാചാരവും ധാർമ്മികതയും പിന്നെ ഈ പെൺകുട്ടികളുടെ വിർജിനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കന്യാത്വമൊക്കെ അത് പവിത്രമായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള മുതിർന്ന എല്ലാവരും തന്നെ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ വളരെ ഈസിയായിട്ട് അത് ഒരു ചിരി വരും.
ഇതൊക്കെ എന്തിനാ കാത്തു സൂക്ഷിക്കുന്നത്? ലൈഫ് ഈസ് ഫോർ എൻജോയ്. അപ്പോൾ അത് ഒരു ഒരു പെഗ് അടിച്ചില്ലെങ്കിൽ അതിൻ്റെ രുചി എന്താണെന്ന് എങ്ങനെ അറിയുന്നത്? ഒരു MDMA രുചിച്ച് നോക്കിയില്ലെങ്കിൽ നമ്മളങ്ങ് ചത്തുപോവില്ലേ? അപ്പോൾ ഇതൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നല്ലോ, അതെങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ചിന്തകൾ സാറിൻ്റെ കഥയിൽ എനിക്ക് വന്നു. അപ്പോൾ ഇതിൽ സാർ ആ കഥ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ തുടക്കം സൃഷ്ടിച്ച ഒരു ഗംഭീരമായ തുടക്കമായിരുന്നു, ബിഗിനിങ്. അത് ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ ആ പെൺകുട്ടിയുടെ കൂടെ മെഴുകുതിരി കത്തിച്ച് ചരണ്ട വെളിച്ചത്തിൽ പുല്ല് വളർന്ന ഒരു ഗുഹയിലേക്ക്, ഒരു ഒഴിഞ്ഞ പറമ്പിലേക്ക് പോകുന്നതും അവിടെ അരണ്ട വെളിച്ചത്തിൽ ഇതൊക്കെ ഇങ്ങനെ വന്ന് അതും കഴിഞ്ഞതിന് ശേഷം വേഗം വേഗം സാറങ്ങ് കഥ തീർത്ത് കളഞ്ഞു. അതേ ടെമ്പോയിൽ അതൊന്ന് മുന്നോട്ട് സാറൊന്ന് കൊണ്ടുപോകും. അത് എന്നിട്ട് അങ്ങനെ ആണെങ്കിൽ നമുക്കിത് ഈ ഒരു മനസ്സിൻ്റെ ഒരു ഇതല്ലേ, ഒരു ഒരു വ്യഥകളൊക്കെ ആ കഥയിൽ ഇടാവുന്ന ഒരുപാട് സന്ദർഭങ്ങൾ സാറിനുണ്ടായിരുന്നു. അപ്പോൾ സാറ് പക്ഷേ ആദ്യമേ പറഞ്ഞു ഞാൻ വേഗം വായിച്ചു തീർക്കും. വേഗം പറഞ്ഞു തീർക്കലായിരുന്നു, അത് വായിച്ചു തീർക്കലായിരുന്നില്ല. കഥ വേഗം പറഞ്ഞു. യു ഫിനിഷ്ഡ് ഇറ്റ് സോ ഫാസ്റ്റ്. അത് എനിക്ക് അങ്ങനെ കഥയുടെ ക്രാഫ്റ്റിനെ പറ്റി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ തീം അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ജീവിതം മുന്നിൽ കേട്ടതുപോലുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായി. അത് എന്തായാലും എനിവേ താങ്ക് യു സാർ. സത്യത്തില് 8 മണിക്ക് നിർത്തിയാൽ മതി എന്ന് പറയേണ്ടതായിരുന്നു. അത് ഞാൻ മിസ്സായിപ്പോയി. കുഴപ്പമില്ല സാർ, ആദ്യത്തെ അല്ലേ അത്, നമ്മുടെ കഥാകാരൻ ആദ്യമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരിക. അപ്പോൾ സാറ് ഒരു ടെൻഷനിലായിരുന്നു, ഇതെങ്ങനെയാണ് അങ്ങോട്ട് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇടും. സത്യം പറഞ്ഞ സാറേ, അതെ, ഞാനിങ്ങനെ ഗ്രൂപ്പിലിടുമ്പോൾ ആളുകൾ ഇത്രയും നീണ്ട കഥയൊന്നും വായിക്കാൻ ക്ഷമയില്ല ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് ചുരുക്കമെന്ന് പറയാം. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതുമ്പോ തന്നെ ഞാനങ്ങ് ചുരുങ്ങി പോവുക. അതെ, കാരണം നമ്മുടെ ഈ മാനസിക വ്യാപാരം, സാറ് പറഞ്ഞ ഈ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരം എഴുതാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതങ്ങ് നീണ്ടുപോകും. അതാണ്. അപ്പൊ മാനസിക വ്യാപാരങ്ങൾ എഴുതുമ്പോഴാണ് നമുക്ക് അവിടെ സാറ് പറഞ്ഞുള്ള മനോവ്യതയൊക്കെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് പറ്റുന്നത്. കഥ ആരും വായിക്കുകയില്ല ഇപ്പോഴത്തെ കാലത്ത്. പുസ്തക വായന ഇല്ല ആർക്കും. നമ്മള് കുറെ പേരൊക്കെ വായിക്കുന്നുള്ളതല്ല, അങ്ങനെ ചെറുപ്പക്കാരായ ആളുകൾ വായനയില്ല. ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാലും ആളുകൾ ഇങ്ങനെ ചുമ്മാ ലൈക്ക് അടിച്ച് പോകത്തേ ഉള്ളൂ, വായിക്കുകയൊന്നും ഇല്ല. സാറേ ഇവിടെ ആഴത്തിൽ അത് സ്പർശിക്കും, ആഴത്തിൽ ഞങ്ങൾ പരിശോധിക്കും. ക്ഷമാമൂർത്തികളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഞങ്ങൾ അതിനൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്ന സാറേ. അതായത് ചിലപ്പോ സാറിന്റെ മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ ഇങ്ങനെ സ്ലോയില് പറ. എന്റെ മക്കൾ എന്നോട് പറയും, അമ്മ വേഗം. അതെ, മക്കളും പറയും. ഞാൻ പ്രത്യേകിച്ച് കവിത എഴുതുമ്പോഴാ പറയാം, നീണ്ട കവിതയൊന്നും എഴുതരുത്, 4 വരി 8 വരിയൊക്കെ പാടുള്ളൂ. അതാരും വായിക്കുന്നില്ല. അതൊന്നും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, സ്നേഹലതാമ്മ കൂടെ പറയും. ഇന്നത്തെ കഥയുടെ ക്രാഫ്റ്റും തീമും എല്ലാം നല്ലത്. ശുദ്ധോധന സാർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമ്മളെല്ലാം നമ്മുടെ ഈ ഇപ്പോഴത്തെ കുട്ടികളെ എങ്ങനെ ഇതിൽ നിന്നൊന്ന് മോചിതരാക്കണമെന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇന്ന് അരുന്ധതി റോയുടെ ഒരു പുസ്തകം എറണാകുളത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അമ്മയെക്കുറിച്ചുള്ളതാണ്, മേരി റോയിയെക്കുറിച്ചുള്ളതാണ്. അത് പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, എന്നാലും മനോരമയിൽ ഈ ഞായറാഴ്ച അതിനെക്കുറിച്ചുണ്ടായിരുന്നു. അപ്പോൾ അരുന്ധതി റോയോട് മാധ്യമക്കാരായിരിക്കും ചോദിച്ചു, ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തുക. അപ്പോൾ പുള്ളിക്കാരിയും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്ന് പുള്ളി മാറിയിട്ടുമുണ്ട്. എന്നിട്ട് പറഞ്ഞു, അത് അവരവർ വിചാരിച്ചാൽ മാത്രമേ അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആ പെൺകുട്ടി അതിൽ നിന്ന് മോചിതയാകുന്നു, അയാളെ കൂടി അതിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അത് വിജയിക്കോ ഇല്ലെന്ന് നമുക്കറിയില്ല. നമ്മൾ ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. നല്ല കഥ സാറേ. താങ്ക് യു. കൗൺസിലിംഗിന്റെ ഏറ്റവും നല്ലൊരു തലം തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നിനക്ക് അവനെയും മാറ്റാൻ സാധിക്കും. അതൊരു ശക്തമായ ഉപദേശമാണ്. ഉപദേശം കൃത്യമായിട്ട് അത് നിലവിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റും. അതും വളരെ പോസിറ്റീവാണ്. ഇനി കുഞ്ഞോയി മാസ്റ്ററും കൂടെ. കുഞ്ഞോയി മാസ്റ്റർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. തോമസ് മാഷെ, താങ്ക് യു. ഹൃദയസ്പർശിയായ ഒരു കഥ. താങ്ക് യു. മനുഷ്യ ജീവിതത്തില് യൗവനത്തിന്റെ രക്തത്തൊടുപ്പിൽ പലർക്കും സംഭവിക്കുന്ന അപജയങ്ങൾ, അതിൽപ്പെട്ട്
അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്ന രണ്ടുപേരുടെ കഥയാണ് ഇതിൻ്റെ ആമുഖം. ഇത് വളരെ ഇതരസ്പർശിയായിട്ട് സാറ് ഇവിടെ അവതരിപ്പിച്ചു. ഇങ്ങനെയാണെങ്കിൽ ശരി, ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മറ്റുള്ളവർക്ക് വലിയൊരു സന്ദേശം കൊടുക്കുന്ന ഒരു കഥാനായികയാണ് ഈ കഥയിലെ പ്രധാന വ്യക്തി. എന്തെല്ലാം തിക്താനുഭവങ്ങൾ ഉണ്ടായാലും തലമുറയോടുള്ള തൻ്റെ ബാധ്യത, തൻ്റെ കുഞ്ഞിനോടുള്ള തൻ്റെ കടമ, അത് നിർവഹിക്കുന്നതിന് വേണ്ടി ആ യുവതി പെടുന്ന പെടാപ്പാടുകൾ, കഷ്ടപ്പാടുകൾ, ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ യുവതിയുടെ യാത്ര. പലരും ചെയ്യുന്നത് ഇത്തരം സന്ദർഭത്തിൽ നമുക്ക് ഒരിക്കലും ഓർമ്മിക്കാൻ കഴിയാത്ത ദുരന്തങ്ങളാണ് ഉണ്ടാക്കി തീർക്കുന്നത്. ഇത്തരം കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കുക, വയൽ ഉപേക്ഷിക്കുക, കൊന്നുകളയുക, അതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഈ സ്ത്രീ അതിൻ്റെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ സുരേഷിനെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്. ഈ കുട്ടിക്ക് സുരേഷിനെ കാണണം. ഇത് വലിയൊരു സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്. എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ജീവിതം ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, ചില സന്ദേശങ്ങൾ നൽകാൻ ഈ കഥാനായിക കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ ആത്മാഭിമാനം ഒരാളുടെ മുമ്പിലും പണയം വെക്കാതെ മുഖത്തടിച്ച് മറുപടി പറയാൻ കഴിയുക എന്നുള്ളത് സാധാരണ സ്ത്രീകൾക്ക് വളരെ പ്രയാസകരമായ സംഗതിയാണ്. ഇതൊക്കെ വലിയ സന്ദേശങ്ങളാണ്. അതേസമയം തന്നെ ഈ ലഹരി വസ്തുക്കളുടെ അടിമയിൽ പെട്ട് ജീവിതം തുലച്ചു കളയുന്ന ചില വ്യക്തികൾ, അവരുടെ ദുരന്തങ്ങൾ ഇതും ഈ കഥയിൽ വരച്ച് കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് സന്ദേശങ്ങൾ ഇന്നത്തെ തലമുറക്ക് കൈമാറാൻ പറ്റിയ, പഠിക്കാൻ പറ്റിയ, മനസ്സിലാക്കാൻ പറ്റിയ, ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കഥ. താങ്ക് യു തോമസ് സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ജോഷി സാർ. ഓക്കെ, ആദ്യം തന്നെ എൻ്റെ നാട്ടുകാരൻ കൂടിയായ പ്രിയപ്പെട്ട ബാബു സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതിലെ ഈ കഥ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ശുഭ പര്യവസായിയാണ്. ഒരുപാട് മൂല്യങ്ങളെ സമൂഹത്തിലേക്ക് ചിന്തിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നതാണ്. ആ അർത്ഥത്തിലാണ് ഈ കഥ അഭിനന്ദനാർഹമാകുന്നത്. ഒരുപക്ഷെ ഇതിന് സമാനം ഇത്തരത്തിലൊക്കെയുള്ള കഥകൾ അവതരിപ്പിക്കുമ്പോൾ ചിലതെല്ലാം ട്രാജഡിയിലായിരിക്കും, ചിലപ്പം ആത്മഹത്യയിലോ കൊലപാതകത്തിലോ ഒക്കെ തന്നെ അവസാനിക്കുകയാണ് ചിലപ്പോൾ ചെയ്യുന്നത്. എന്നാൽ ഇത് അതിൽ നിന്നും ഭിന്നമായിട്ട് അവതരിപ്പിക്കും. പിന്നെ ഈ കഥയെ സാറേ, ഈ പ്ലാറ്റ്ഫോമിൽ നിരവധി ഈ ടീച്ചർമാര്, കൗൺസിലർമാര്, കൗൺസിലിംഗ് പ്രൊഫഷനായി ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഇതിൻ്റെ അകത്ത് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ ശുദ്ധോദനൻ സാറ് വളരെ നല്ലൊരു സാഹിത്യകാരൻ കൂടിയാണ്. അദ്ദേഹം അതിനെ ഇഴകീറി വിശദീകരിച്ചു. അപ്പൊ ഞാനിനിയും ആ കഥയുടെ ഒരു തലത്തിലേക്ക് പോകേണ്ടതില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി ആളുകളാണ്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ആരെയും നിരുത്സാഹപ്പെടുത്തുന്നതല്ല, നന്മ മാത്രം എടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ വേണ്ട നിർദ്ദേശങ്ങൾ അതിനിടയിലൂടെ നൽകുകയും ചെയ്യും. അതുകൊണ്ട് സാറിന് ഇനിയും ധൈര്യമായി കഥ പറയാൻ വരാം, അല്ലാത്ത കാര്യങ്ങൾക്കും ഇവിടേക്ക് വരാം, എല്ലാ ദിവസവും ഒരു കേൾവിക്കാരനായിട്ടും വരാം. ഓക്കെ, അതാണ് എനിക്ക് ആരംഭത്തിലെ പറയാനായിട്ടുള്ള സംഗതി. ഇതിൻ്റെ അകത്ത് രമാവതി മാം അല്ല, അമർജ്യോതി മാം ഒരു 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 വാക്ക് പറഞ്ഞു. ശുദ്ധോദനൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ സഹപാഠിയുടെ കഥയും പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ കഥ പറഞ്ഞ അവസരത്തിലും എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു സംഗതിയുണ്ട്. ഞാൻ അതേ പറയുന്നുള്ളൂ, ഇനി കഥയെ അധികമായിട്ട് അത് വിശദീകരിക്കുന്നില്ല. എൻ്റെ അകത്ത് അമർജ്യോതി മാം പറഞ്ഞു, ഏറെ, അതായത് ആർട്സ് ക്ലബിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ വലിയ ഉന്നത പദവികൾ കോളേജിൽ അലങ്കരിച്ച ആളുകൾ തന്നെ പിന്നീട് മോശക്കാരായി മാറുന്നു, സാധ്യതയുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു സംഭവം പറയാം, 2 സംഭവങ്ങൾ പറയാം. അതിൽ ഒന്ന്
പിന്നെ ദേശീയ യൂത്ത് അവാർഡ് നേടിയ, രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങിയ ഒരു വലിയ മനുഷ്യൻ. എനിക്ക് അദ്ദേഹം എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തെ അറിയാം. പിന്നെ ഒരുപാട് ഞങ്ങൾ തമ്മിൽ അടുപ്പവും ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ അവാർഡ് ജേതാവായി അദ്ദേഹത്തെ എറണാകുളം ജില്ലയുടെ യൂത്ത് കോർഡിനേറ്ററായി നിയമിച്ചു. അദ്ദേഹം വൃക്ഷത്തൈ ഇത് പിന്നെ തൈകൾ കുഴിച്ചു വെക്കുന്നത് ഒരു പ്രചരണമായി എടുത്തിരിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ വനവൽക്കരണ കോർഡിനേറ്ററായിട്ട്, എറണാകുളം ജില്ലയുടെ കോർഡിനേറ്ററായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. നിരവധി അയൽക്കൂട്ടങ്ങൾക്കും സാമൂഹ്യ സംഘടനകൾക്കും ഇതേപോലെ മദ്യവിരുദ്ധ കാര്യങ്ങൾക്കും യുവജനങ്ങളുടെ ക്ഷേമത്തിനുമൊക്കെ വേണ്ടിയുള്ള ക്ലാസുകൾ എടുക്കുകയും ചെയ്തു. ഒരു വേള അദ്ദേഹത്തിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടി യുവാവായിരിക്കുമ്പോൾ. പക്ഷെ അദ്ദേഹം ആ ജോലിയില് കാക്കനാട് കളക്ടറേറ്റിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ജോലിയോട് പൊരുത്തപ്പെടാൻ പറ്റില്ല, എനിക്ക് സാമൂഹ്യ സേവനം തന്നെയാണ് ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് നാട്ടറിവ് പഠന കേന്ദ്രം എന്ന് പറഞ്ഞൊരു സാധനം വൈപ്പിനിൽ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം ഔഷധ സസ്യങ്ങൾ ഈ കേരളം മുഴുവൻ വെച്ചു പിടിപ്പിക്കുന്ന ഒരു പദ്ധതിയുടെ ആളായിട്ട് അദ്ദേഹം മാറി. ഒരുപാട് വോളണ്ടിയേഴ്സ് അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒറ്റമൂലി മരുന്ന് ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ആലപ്പുഴയിലും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തലവേദന 3 ദിവസം കൊണ്ട് തലവേദന ആയുർവേദ മരുന്ന് മൂക്കിലിറ്റിച്ച് അതങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ അദ്ദേഹം നടത്തി. വളരെ വിജയശ്രീലാൾ ഇതിനായിരുന്നു. ആരും വിശ്വസിക്കില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം. അദ്ദേഹം 2 മാസം മുമ്പ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തത് അദ്ദേഹം മദ്യപനും ലഹരി മരുന്നിന്റെ കൂടെ അടിമയുമായി മാറി. ഞാൻ മുമ്പ് പറഞ്ഞ വിശേഷണമുള്ള ആളാണെന്ന് വിചാരിക്കും. അങ്ങനെ ആ നാട്ടിലുള്ള ചെറുപ്പക്കാരെ എല്ലാം, അദ്ദേഹം അവിവാഹിതനാണ് കേട്ടോ, അദ്ദേഹത്തിന്റെ വീട്ടില് വൈകുന്നേരം സമ്മേളിച്ച നാട്ടുകാർക്ക് മുഴുവൻ ശല്യമായി തീർന്നു. അങ്ങനത്തെ ഒരു ആളായിട്ട് അദ്ദേഹം ഏറ്റവും അവസാനം വീടിന്റെ ഉള്ളിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ദുർഗന്ധം വന്നപ്പോഴാണ് ആളുകൾ എത്തി അദ്ദേഹത്തെ സംസ്കരിച്ചത്. ഒരു പതനം നമ്മൾ ചിന്തിക്കണം. ഇതാരെയും പിടികൂടാം. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമ്മള് പെടില്ല. പക്ഷെ പെടാതിരിക്കാൻ ഒരു ദൈവാനുഗ്രഹമോ അല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയോ പെട്ടുപോയി. രണ്ടാമത്തെ ഒരു കൊച്ചു സംഭവം കുട്ടനാട്ടിൽ ഈ കഴിഞ്ഞ 1 മാസം ആകുന്നതേ ഉള്ളൂ. ഞാൻ ഒത്തിരി അത് വെളിപ്പെടുത്തുന്നു. വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങൾ പ്രാർത്ഥനയുടെ ഗ്രൂപ്പിലുമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ അദ്ദേഹത്തിന് അയക്കും. എന്നാൽ ഈ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ അദ്ദേഹത്തെ ഈ കുട്ടനാട്ടിൽ AC റോഡിൽ വെച്ച് 6 കിലോ 100 ഗ്രാം കഞ്ചാവുമായിട്ട് പിടികൂടി. താമസിക്കുന്നത് ഇപ്പൊ അദ്ദേഹവും കുടുംബവും എല്ലാം കൂടി ഹൈദരാബാദിലാണ്. പക്ഷെ അവിടെ നിന്ന് ബൈക്കിൽ കുട്ടനാട്ടിൽ ഈ സാധനം കൊണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടല്ലോ, അവിടെ എത്തിക്കുന്ന ജോലിയായിരുന്നു. ആ മാസത്തിൽ അദ്ദേഹം നേഴ്സാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ നേഴ്സാണ്. അതിനിടയിലാണ് മാസത്തിൽ 3ഉം 4ഉം തവണ വരും എന്ന് പറഞ്ഞത്. ഇപ്പൊ ജയിലിലാണ്. എല്ലാവരും നല്ലൊരു കുടുംബത്തിലെപ്പെട്ട ആളാണ്. ഈ ഞാൻ പറഞ്ഞ ചില ഭക്തി കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. നമുക്ക് ആർക്കും പിടിതരാത്ത കാര്യം, പെട്ടുപോയി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ ലഗന്നാൻ സാറ്, റോയ് സാറ്, പിന്നെ ഈ അമർജ്യോതി മാം, ഇവരൊക്കെ കൗൺസിലിംഗ് സ്ഥിരമായി നടത്തുന്ന ആളുകളാണ്. അവരുടെ മുമ്പിൽ ഇത്തരം കേസുകൾ വരും. അതുപോലെ തന്നെ ശുദ്ധോദനൻ ഡോക്ടർ, അദ്ദേഹം ഡോക്ടറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം 2-3 സ്കൂളിന്റെ ഉടമ കൂടിയാണ്. അതിന്റെ നടത്തിപ്പിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചെറുപ്പക്കാരുമായി സംവദിക്കുന്ന ആളാണ്, നല്ല വായനക്കാരനുമാണ്. ഇങ്ങനെ ഓരോരുത്തരും, ഞാനിങ്ങനെ 3-4 പേരുടെ, രാജു സാറ് ഇങ്ങനെ ഇതിൽ അഭിപ്രായം പറഞ്ഞോളൂ. സ്നേഹലതാ മാം റിട്ടയർഡ് ടീച്ചറാണ്. അപ്പൊ ഇവരൊക്കെ, പിന്നെ കുഞ്ഞോയ് മാസ്റ്റർ,
ഇവരൊക്കെ പറഞ്ഞത് അവരുടെ കൂടെ അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കഥ വളരെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. ഒരുപക്ഷെ പുതിയ തലമുറ റീല് കാണുന്ന തലമുറയാണ്. 15 സെക്കൻഡ് പോലും അവർക്ക് ക്ഷമയില്ല. 10 സെക്കൻഡും 15 സെക്കൻഡുമുള്ള റീല് പോലും മുഴുവൻ കാണത്തില്ല. ഒരു സിനിമയും മുഴുവൻ കാണത്തില്ല. ഒരു സിനിമയും മുഴുവൻ കാണത്തില്ല. ഇങ്ങനെ ഓടിച്ചു വിടുന്ന പരിപാടിക്കാരാണ്. ആ ഒരു യുഗത്തിലാണ്. അവരൊക്കെ തലകുത്തി വീഴാതിരിക്കാൻ നമ്മൾ ചെയ്യാനുള്ള കടമകൾ നിർവഹിക്കാം, ചെയ്യുക. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളും ഇതിലൊക്കെ പെട്ടതാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം ഇവരൊക്കെ നമ്മുടെ ആരുടെയും പിടിയിലല്ല. അപ്പോൾ ഏതായാലും കൊള്ളാം, വലിയൊരു സന്ദേശമാണ് നൽകിയത്. സാറിന് എല്ലാവിധ ഭാവങ്ങളും. ഒന്നുകൊണ്ടും അധൈര്യനാകണ്ട ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ. സാർ എന്നോട് നിരവധി കുറ്റം പറഞ്ഞു, എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ വേണേ അയച്ചു തരാം. ഇങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലത്, ധൈര്യമായി വാ എന്ന് പറഞ്ഞാണ് ഇന്ന് ഇവിടെ വന്നത്. ഇനിയും സാറ് ധൈര്യമായി വരും. ഓക്കെ. സാറിന്റെ സുഹൃത്തുക്കളും ആരാണ്ട് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ആരംഭഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഈ പീക്ക് ടൈമാണ് ഈ 7 മണി എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് സാറ് വിഷമിക്കണ്ട. ഇത് ഇന്ന് പാതിരാത്രി ആകുമ്പോൾ സാബു സാറ് യൂട്യൂബ് ആക്കി മാറ്റും. എന്നിട്ട് പൊതുസമൂഹത്തിലേക്ക് ഈ സാധനം യൂട്യൂബായിട്ട് ഈ വിങ്സിന്റെ പേരിൽ പുറത്തു വരും. അനേകം പേര് ആണ്ടുകളോളം ഇത് കണ്ടോളും. ഇപ്പൊ ഇത് സാറ് 119ാമത്തെ കഥയാണ് അവതരിപ്പിച്ചത്. അങ്ങനെ കഥ പറഞ്ഞതിന്റെ 119 അല്ല കഥ. ചില ദിവസങ്ങളിൽ 3 കഥ, ചില ദിവസങ്ങളിൽ 10 കഥയൊക്കെ അവതരിപ്പിച്ച ദിവസങ്ങളുണ്ട്. അപ്പോ ധാരാളം കഥകളുണ്ട്. 1000 ചില്ലുവാനം ദിവസമായിട്ട് ഈ പ്ലാറ്റ്ഫോം ഇനി 5 കൊല്ലത്തിന് ഏതാനും ദിവസങ്ങൾ മതി. അത് കഴിയുമ്പോൾ ഇത് 5 കൊല്ലമാകും. അതുകൊണ്ട് സാറേ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും പറയുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിലെ പല ആളുകളും നമ്മുടെ കാവാലത്ത് വന്നിട്ടുണ്ട്. കാവാലത്തെ അവർക്കറിയാം, എന്നെ അറിയാം, നമ്മുടെ ഈ പരിസരമൊക്കെ അറിയാം. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ഭാവുകളും. സാറേ, ഇനി സാറ് ഈ കഥ എഴുതാൻ സാറിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. ഇല്ലെങ്കിൽ കഥയെക്കുറിച്ച് സാറിൻ്റെതായ രീതിയിലൊന്ന് പറയാം. അങ്ങനെ ഒരു ഭാഗം കൂടി ഉണ്ട്. ഞാന് ഇതിന്റെ തുടക്ക ഭാഗം ഇങ്ങനെ എങ്ങനെ തുടങ്ങണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഇത് ആകാംക്ഷ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഈ ചെറുപ്പക്കാരെ ആളുകൾ കഥ വായിക്കില്ലല്ലോ. അപ്പം ഞാൻ ചില കഥകൾ എഴുതുമ്പോഴത്തേക്കിന് അവരെ വായന പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു മെത്തേഡായത്. ഞാൻ ഈ ഗുഹയിലേക്ക് പോകുമ്പോൾ അവിടെ അപ്പൊ ആകാംക്ഷ ഉണ്ടാവുമല്ലോ, എന്തിനാ അവിടെ പോകുന്നേ, നീ അവിടെ പെട്ടക്കടക്കാരൻ പറയുന്ന കണക്കെ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആളുകളെ ഇങ്ങനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ എന്താ നടക്കാൻ പോകുന്ന ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ആ തുടക്കം. പിന്നെ ഞാൻ അവസാന ഭാഗം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടാണ് എഴുതിയത്. ഞാൻ ഒത്തിരിയേറെ ആലോചിച്ചത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന്. ഞാൻ വിചാരിച്ചത് ഇത് ആത്മഹത്യയിൽ കൊണ്ട് നിർത്തണോ, അങ്ങനെ ഇത് അതിന്റെ മോശമായി പോകില്ല, അതെ മെസ്സേജ് ശരിയാകത്തില്ലല്ലോ. അപ്പൊ അത് എങ്ങനെ വേണം, ഞാൻ പല എൻഡിങ് എന്റെ മനസ്സിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് വേറെ 2-3 ചോയ്സ് എങ്ങനെ അവസാനിപ്പിക്കണമെന്നുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണ് ഞാൻ എടുത്തത്, ഒരു രീതിയാണ് ഞാൻ എടുത്തത്. അപ്പൊ അത് ഞാൻ ആദ്യം എഴുതി അവിടം കൊണ്ട് എഴുതിയിട്ട് ഞാൻ നിർത്തിയിട്ട് പിന്നെയാണ് അവസാന ഭാഗം ഞാൻ കൂട്ടിച്ചേർത്തത് അപ്പൊ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ അതിനിടയ്ക്ക് ഈ കഥ പിന്നെ എഴുതുമ്പോഴത്തേക്കിനെ നീണ്ടു പോകാനായിട്ടാണ് എനിക്ക് എന്റെ എഴുത്തിൽ അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പൊ ഞാനത് എന്നെ തന്നെ നിയന്ത്രിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. കാരണം ഈ എപ്പോഴും എന്റെ മനസ്സിൽ ഇരിക്കുന്ന ആളുകളുടെ ഈ സംസാരം, അതായത് ഇത് നീണ്ട കഥ ആരും വായിക്കില്ല, അതുപോലെ തന്നെ ആർക്കും താല്പര്യം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോകും എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി പോകുന്നത്. കാരണം ഇടയ്ക്ക് ചില കഥകളിലൊക്കെ ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷ് ഡയലോഗും അതും ഇതൊക്കെ ചേർക്കണം, കൊട്ടേഷൻസ്, ആളുകളുടെ കൊട്ടേഷൻസ് ഒക്കെ ഇങ്ങനെ ചേർക്കാറുണ്ട്. കാരണം അതൊക്കെ മെസ്സേജ് തരുമല്ലോ ആളുകൾക്ക്, ഇങ്ങനെ അത് ചേർക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഞാനൊന്നും ചേർക്കാതെ അങ്ങ് പോവുമായിരുന്നു. പിന്നെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരം അതും അവിടെ ഇടയ്ക്ക് കാരണം ചേർക്കാമായിരുന്നു. ഈ കഴിഞ്ഞാൽ ഇപ്പം ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്കിനെ ഇപ്പം അവന്റെ സുരേഷിന്റെ മാനസിക വ്യാപാരം, ആളുകൾ പുറത്തു വരും അല്ലെങ്കിൽ വളഞ്ഞു കഴിയുമ്പോഴത്തേക്കിനെ ഉള്ള അവന്റെ മാനസിക വ്യാപാരം അവിടെയൊക്കെ ചേർക്കാമായിരുന്നു. ചിലപ്പോൾ ഇച്ചിരി നീണ്ടുപോയാനെ എന്നൊക്കെ എനിക്ക് തോന്നുന്നു.
പിന്നെയും കുഴപ്പമില്ല. ആളുകൾ ഒത്തിരി ആയാലും മടുക്കുമല്ലോ വായിച്ച്. ഈ കഥ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഒരു ഗ്രൂപ്പിനകത്ത് മയൂരം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ ഈ കഥ ഇട്ടിരുന്നു. ഇന്ന് തന്നെ ഇട്ടത് രാവിലെ. ആകെ വായിച്ച 3 പേരാണ് അത് ആകെ വായിച്ചത്. അതിനകത്ത് ഒരാൾ അഡ്മിനാണ്, ആ ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഒരാൾ. പുള്ളി അതിനെക്കുറിച്ച് വായിച്ചിട്ട് ഒരു കമന്റ് ഇടുകയും ചെയ്തു. അത് പുള്ളി എല്ലാ കഥകൾക്കും ഇടുന്നതാണ്. മറ്റേ വേറെ അത് കൂടെ പുള്ളിയെ കൂടാതെ വേറെ വായിച്ചത് വേറെ 2 പേരാണ് വായിച്ചത്. അവരും വായിച്ചിട്ടാണ്, പൂർണ്ണമായും വായിച്ചിട്ടാണോ അതോ കുറച്ച് വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാണോ എന്നും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും ഈ മിനിക്കഥ പെട്ടെന്ന് ചെറുകഥയൊക്കെ മിനിക്കഥയാണ് എല്ലാവർക്കും ഇഷ്ടം. പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് അവസാനിക്കണം. അങ്ങനെയുള്ള കഥകളായിപ്പോഴെ എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ എഴുതിയത്. പിന്നെ എന്റെ സ്വാഭാവിക രീതി എന്ന് ഇച്ചിരൂടെ നീട്ടി എഴുതുന്ന, ഇച്ചിരൂടെ ഒക്കെ നീട്ടി എഴുതുന്നതാണ് എനിക്ക് ഇഷ്ടം. അവിടെ നീട്ടി എഴുതുമ്പോൾ കഥ പറയുമ്പോൾ നമ്മുടെ ഒരു എന്തോ സ്വല്പം കൂടെ നീട്ടി എഴുതുമ്പോഴേ കഥ പറയുമ്പം അതിന് ഭയങ്കര ഒരു ഭാവകത്വം വരും. അത് എനിക്ക് ഇപ്പൊ ജോഷി സാറൊക്കെ മനോഹരമായിട്ട് കഥ പറയുന്ന ആളാ. അപ്പം അതിൻ്റെ അകത്ത് ഈ കൊട്ടേഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അതെ. ഞാൻ ഞങ്ങൾ അതിനു വേണ്ടി ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. ജോഷി സാറ് വായിച്ചതിന്റെ ആ കഥയ്ക്കകത്ത് കൊട്ടേഷൻസ് വരുന്നുണ്ട്. ഡയലോഗ്, ഇംഗ്ലീഷിൽ ഡയലോഗും കൊട്ടേഷനും വരുന്നുണ്ട്. രണ്ടെണ്ണം. അങ്ങനെ എനിക്ക് അവസരം തന്നതിന് വളരെയധികം നന്ദി. ഇനി എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി, കൂടുതൽ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതൊക്കെ നമുക്ക് കാണാം ഇനി വീണ്ടും. സാറേ, ഞാൻ രമാവതി, ഞാൻ കഥ കേൾക്കാൻ വരാൻ ലേറ്റ് ആയിപ്പോയി. ഞാൻ ഓടി വരുമ്പോഴത്തേക്ക് കഥ ഫിനിഷ്ഡ്. അപ്പൊ അടുത്ത ഞാൻ കേട്ടോളാം. കേട്ടിട്ട് അഭിപ്രായം കുറിച്ചാൽ അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. മാഡത്തിന്റെ പേര്? തോമസ് ആന്റണി സാറേ, ഒരു സെക്കൻഡ് കൂടെ. എന്റെ പേര് സാറ് രമാവതി. പറഞ്ഞില്ലേ എല്ലാം ഷോർട്ടാക്കി മാറ്റാനാണ് താല്പര്യമെന്ന്. ഇനി വിവാഹം പോലും 10 ദിവസത്തിൽ കൂടുതൽ നീട്ടുന്നതിൽ താല്പര്യമില്ലാത്ത യുവ കോമളന്മാരും തോന്നലുകൾ എന്നുള്ളതാണ്. ചെറുപ്പക്കാർക്ക് അങ്ങനെ ക്ഷമയില്ല, അതാണ്. സാറേ, രമതി വാം ഒരു ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഈ സാറിന്റെ കഥയിട്ട ഗ്രൂപ്പിലെ സൈസ് ആളുകളല്ല. ഇത് കേട്ടിട്ടും കണ്ടിട്ടും അഭിപ്രായവും പറയും. സാറ് പറയുന്ന കഥയുടെ, സാറെന്നല്ല ആരിവിടെ കഥ പറഞ്ഞാലും കഥയുടെ 3 ഇരട്ടി ആളുകൾ ഇവിടെ അഭിപ്രായം പറയും. അതെ, അത് നല്ല കാര്യം. അത് നല്ല കാര്യമാണ്. നല്ലതാണ് ചെയ്താലും പറയണം, പറഞ്ഞാലേ അതിനെക്കുറിച്ച് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. കഥയുടെ അടുത്ത എഴുതുമ്പോഴത്തേക്കിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തി. ഓക്കെ. എങ്കിലും സാറിനെ കുറിച്ച് എല്ലാം പേഴ്സണലായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഇനിയിപ്പോ ചോദിക്കാനുള്ള അവസരം, പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. സാറേ, പുസ്തകം, സാറിന്റെ പുസ്തകം ഞാനൊന്നും കേട്ടില്ലല്ലോ. സാറ് പുസ്തകം എഴുതാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ. ഞാൻ പുസ്തകമൊന്നും ഇറക്കിയിട്ടില്ല. പുസ്തകം ഇറക്കണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഞങ്ങൾ നിർബന്ധിക്കും, പെട്ടെന്ന് ഇറക്കൂ. അതെ. താങ്ക് യു. എന്റെ ഏറ്റവും വലിയ പ്രശ്നം പുസ്തകം ഇറക്കാന്നതല്ല പ്രശ്നം, വിറ്റഴിക്കുന്നതാണ്. 10-200 കോപ്പി ഉള്ളെന്ന് പറഞ്ഞാലും ആളുകളെ നമ്മൾ കൊടുക്കുമ്പം അവരുടെ ഒരു പ്രതികരണം കാണുന്ന കാരണം വെച്ചാൽ ഞങ്ങൾ ചില ഗ്രൂപ്പുകളെ ഗ്രൂപ്പിലെ ഈ പുസ്തകം ഇറക്കിയിടാം. എന്റെ ഒരു കവിത, കഥ, നർമ്മകഥ, അങ്ങനെ ഓരോ പുസ്തകങ്ങൾ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടെ കൂടിക്കൊണ്ട്. അപ്പൊ നർമ്മകഥ ഇറക്കിയത് 101 പേര് കൂടിയാ ഒരു പുസ്തകം ഇറക്കി, നർമ്മകഥ. പിന്നെ ചെറുകഥ 50 പേര്. പിന്നെ ഇപ്പൊ ഉടനെ കവിത 2 പ്രാവശ്യം ഇറങ്ങി. രണ്ടാമത് ഒരു കവിതാ സമാഹാരം ഇറങ്ങാൻ പോവുകയാണ് ഇപ്പൊ ഉടനെ. അത് സംസ്കാരവേദിയുടെ നേതൃത്വത്തിലാണ് ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ അത് അവരുടെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ IELTS സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിക്കുകയാണ്. ട്രിനിറ്റി എന്നും പറഞ്ഞ സ്ഥാപനം ചങ്ങനാശ്ശേരിയിലെ. എന്റെ ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ എന്റെ പ്രിൻസിപ്പലായിട്ടിരിക്കുന്ന പുള്ളി ഇവിടെ രാജു സാറ്. രാജു അവിടെ പിള്ളേരില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പോകുന്നില്ല അങ്ങോട്ട്. പിള്ളേരില്ല, IELTS പിള്ളേരില്ല ഇപ്പൊ. നിങ്ങൾ ഒരുമിച്ച് റിയാദിലുണ്ടായിരുന്ന? സാറിന്റെ പേര്? എന്റെ പേര് രാജു തന്നെ, രാജു ഫിലിപ്പ് എന്നാ. രാജു. പുള്ളി എന്റെ ഫ്രണ്ട്, പറഞ്ഞാ മതി. അറിയാം, ഞാൻ ചോദിക്കാം. രാജു ഫിലിപ്പ്. ഇപ്പൊ ഞാൻ ഓൺലൈനിൽ എടുക്കും പിള്ളേർക്ക്.
സ്പോക്കൺ ഇംഗ്ലീഷ് IELTS റിട്ടയർ ചെയ്തു. അധ്യാപകനായിരുന്നു, ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ഞാൻ. ഇപ്പം വീട്ടിൽ നിന്ന് ഇങ്ങനെ കഥ എഴുത്ത്, കവിത എഴുത്തൊക്കെ തന്നെയാണ് കൂടുതൽ. സൺറൈസ് ഹോസ്പിറ്റലിന്റെ കാര്യം എന്താ? സൺറൈസ് ഹോസ്പിറ്റൽ സൺറൈസ് ഹോസ്പിറ്റലാണ് എന്റെ മോള് ജോലി ചെയ്യുന്നത്. കാക്കനാടുള്ള സൺറൈസ് ഹോസ്പിറ്റലാണ് എന്റെ മോള്, ഡോക്ടറാണ് അവളെ. അവിടുത്തെ പേരെന്താ? അവളുടെ പേര് അപർണ സിസിലി തോമസ്. വേറെ ഒരു ഡോക്ടർ ഗാംഗുലി ഉണ്ട്, പുള്ളി എൻ്റെ ഫ്രണ്ടാണ്, ഹാർട്ട് സർജനാണ്. ഡോക്ടർ ഗാംഗുലി മലയാളിയാണ്. ഡോക്ടർ ഗാംഗുലി മലയാളിയാണ്. പുള്ളി എൻ്റെ ഫ്രണ്ടാണ്. ഒരുമിച്ച് ടോസ് മാസ്റ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ടോസ് മാസ്റ്റർ ഇന്റർനാഷണൽ മെമ്പേഴ്സ്. അപ്പോൾ പിന്നെ ഞാൻ ഈ പറഞ്ഞ പെരുമനശ്ശിയിൽ അവിടെ ആരാ ഉള്ളത്? പെരുമനശ്ശിയിൽ അനിയന്, എന്റെ നേരെ അനിയന് ജോർജ് എന്നാണ് പേര്. ടയർ കട നടത്തുന്നത്, ടയർ കട. പെരുമനശ്ശിയിലെ പെട്രോൾ പമ്പിനോട് ചേർന്ന ആണ് കട, അടുത്തായിട്ട്. ജോർജ് എന്നാണ് പേര്. ടെജിയോ ടയർ സർവീസ് എന്നാണ് കടയുടെ പേര്, ടെജിയോ ടയർ സർവീസ്. സാറിന് മോളെ കാണാം. തുരുത്തി പുന്നമൂട്. അതായത് നമ്മുടെ കാവാലം റോഡ് എംസി റോഡിലോട്ട് കയറുന്ന അടുത്ത് തന്നെയാണ്. അതിനടുത്ത് തന്നെ ഒരു SNDP ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ ഒരു കുളമുണ്ട് അവിടെ. ആ കുളത്തിന്റെ പടിഞ്ഞാറക്കരയാണ് എന്റെ വഴി. മുള്ളംകുഴിയാണല്ലോ ഞങ്ങളുടെ കുടുംബം. മുള്ളംകുഴിയാണ് ഞങ്ങള് മുള്ളംകുഴിക്കാരായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കാവാലത്ത് പോയി താമസിച്ചാണ് വല്യപ്പൻ. ഇപ്പൊ സ്വന്തക്കാരായല്ലേ? അതെ, ഞങ്ങളെ പൂർവികർ മുള്ളംകുഴിക്കാരായിരുന്നു. വല്യപ്പൻ മുള്ളംകുഴിന്ന് അങ്ങോട്ട് കാവാലത്ത് പോയി താമസിച്ചത്. അവിടെ ചെന്ന് ഞങ്ങൾ ചേട്ടന്മാർ രണ്ടുപേരായിരുന്നു. അവര് ഒരാള് അറക്കൽ എന്ന് അറിയപ്പെടും, മറ്റേ വൈപ്പിശ്ശേരി എന്ന് അറിയപ്പെട്ടത്. അങ്ങനെ ഇവിടെ തുരുത്തി അറക്കലല്ല, കാവാലത്ത് അറക്കലാണ്. ട്രാൻസ്പോർട്ടിലെ ചെക്കിംഗ് ഇൻസ്പെക്ടർ ഒക്കെ ആയിരുന്നു. നിങ്ങൾ ഒരുമിച്ച് പഠിച്ച? നമ്മളെ അറിയത്തില്ല. SP കോളേജിൽ ഒരുമിച്ച് പഠിച്ച പുള്ളിയ തുരുത്തി പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അത് വേറെ, ഇവിടുത്തെ അറക്കൽ വേറെയാണ്. കാവാലത്തെ അറക്കലുണ്ട് ആർക്ക. അപ്പോൾ തോമസ് സാർ, താങ്ക് യു സാർ. നല്ലൊരു അവസരം തന്നതിന് വളരെയധികം നന്ദി. ഒരവസരം തന്നെ. എക്സ്പോഷർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെ, എക്സ്പോഷർ ആണ് നമ്മളെ ആളുകളെ അറിയാൻ ഇടപാടുന്നത്. ഇങ്ങനെയാണല്ലോ, ചില ഗ്രൂപ്പുകളിലൊക്കെ ഇടും, ആളുകൾ വായിച്ചെങ്കിലായി വായിച്ചില്ലെങ്കിലായി. അപ്പൊ ഇത് എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. ഇറ്റ്സ് എ വെരി നൈസ് എക്സ്പീരിയൻസ് ഐ ഗോട്ട് ഹിയർ. ഓക്കെ, സാറിന്റെ കഥയ്ക്ക് വളരെ സമാനമായിട്ടുള്ള ഒരു കഥ, ചില പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ നാട്ടില് ഒരു നാട്ടിൻപുറത്ത് ഒരു ചെറിയ കുടില് ഏകാഗിയായി താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരി. അവള് ഗർഭിണിയായി. ഒരു ചാഞ്ചല്യവും കൂടാതെ അവള് ആ കുഞ്ഞിനെ വളർത്തി. കുഞ്ഞ് 2-3 വയസ്സായപ്പോഴേ അച്ഛനെ അന്വേഷിച്ചു. ഇത് അതുപോലെ തന്നെയാ. ഈ സ്ത്രീ കുഞ്ഞിനെ എടുത്ത്, ഈ സ്ത്രീക്ക് അറിയാം ഇതിന്റെ അച്ഛനാരാണെന്ന്, പിതാവാരാണെന്ന്. ഈ സ്ത്രീ കുഞ്ഞിനെ എടുത്ത് അച്ഛനെ തേടി റോട്ടിലേക്ക് ഇറങ്ങി. നിങ്ങളെ കുട്ടിയാണിത്, ഈ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് നിങ്ങളെ ബാധ്യതയാണെന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ റോട്ടിലിറങ്ങി. ഇത് സഹിക്കാതെ, പുള്ളിക്കാരൻ അവിടുത്തെ പൗരപ്രധാനിയായിരുന്നു. സഹിക്കാതെ പുള്ളിക്കാരൻ വലിയൊരു അത്യാഹിതം ചെയ്തു. ചില ആളുകളെ ഏർപ്പാട് ചെയ്തിട്ട് പാതിരാത്രിയിൽ ഈ കുട്ടിയെ തട്ടിയെടുത്ത് ജീവനാശം വരുത്തി അപകടപ്പെടുത്തി. നേരെ പുലർന്നപ്പോഴി കുട്ടിയെ കാണാഞ്ഞിട്ട് ഈ സ്ത്രീ നാട് മുഴുവനും ബഹളം വെച്ച് പരതി നടന്നു. അങ്ങനെ ആളുകൾ അറിഞ്ഞു. പോലീസ് എത്തി, ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണമായി. ഇത് അവസാനത്തെ കണ്ടെത്തി, കുട്ടിയെ തട്ടിയെടുത്തതാണെന്നും ഉൾപ്പെടുത്തി മറവ് ചെയ്തതാണെന്ന് കണ്ടെത്തി. എല്ലാ തെളിവുകളും സഹിതം ഈ കുട്ടിയുടെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന് കൊണ്ടുപോയിട്ട് ഇയാളോട് തന്നെ ഈ കുഴിമാടം മാന്തി, മണ്ണ് മാന്തിയിട്ട് ഈ
കുട്ടിയുടെ ശവശരീരം പുറത്തെടുത്ത് ഒരു ഓലത്തകട് ഉണ്ടാക്കിയിട്ട് അതിൽ കെട്ടി ഇവനെ കൊണ്ട് തന്നെ തലയിലെടുപ്പിച്ചു. ഇവൻ നാട്ടിലെ പൗരപ്രധാനിയാണ്. തലയിലെടുപ്പിച്ച് വാഹനത്തിൽ എത്തുന്നത് വരെ തലയിൽ ചുമന്നുകൊണ്ട് പോയിട്ട് വാഹനത്തിൽ കയറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിശോധനയൊക്കെ നടത്തി എല്ലാ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് കോടതിയിലെത്തി. ഇവൻ കുറ്റക്കാരനാണെന്ന് വിധി വന്നു. അവസാനം ജയിലിലായി. 3 കൊല്ലം ജയിലിൽ കിടന്ന് പിന്നെ അപ്പീലിലൊക്കെ കഴിഞ്ഞിട്ട് പുറത്തു വന്ന. ഇത് ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിൽ നടന്ന സംഭവമാണ്. സാറിന് കഥയ്ക്കുള്ള ഒരു വക പറഞ്ഞു തരാണ്. അതിന്റെ മറുവശം ചില സാറിന്റെ കഥാനായിക ചെയ്തതുപോലെയുള്ള അല്ല ഇയാൾ ചെയ്തത്. അതെ അതെ, ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ശരി, താങ്ക് യു സർ. താങ്ക് യു തോമസ് സാറേ, ഓണാശംസകള്. ഓക്കെ, എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു സർ. താങ്ക് യു.